14 മൂന്നാമത്തെ വാക്യം. അവൻ ബെഥേന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിലൊഴിച്ചു. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്നത്തെ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. അപ്പോൾ ഈ വചനം സംസാരിക്കുന്ന ജ്ഞാനം, പരിജ്ഞാനം, കൃപകൾ ദൈവം തന്നെ ആത്മാവിൽ എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിക്കുവാൻ ദൈവയുടെ വർത്തനമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടുവാൻ ഞങ്ങളുടെ ആഴങ്ങൾ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ രക്തത്താൽ കഴി ശുദ്ധീകരിക്കണം, കൃപയിൽ പൊതിയണം. മാനുഷ്യമായ ശബ്ദമൊന്നും വേണ്ട ദൈവമേ. ശബ്ദം കേൾക്കുന്ന ചാനലിലൂടെയും മന്ന ടി വിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനൽ കേൾക്കുന്ന സകലവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കും അനേകം വിടുതലുകളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ സ്വർഗം സഹായിക്കണം. ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയും അധ്യക്ഷനായിരുന്നു അങ്ങ് ചെയ്തെടുക്കണം. അടിയനെ താഴ്ത്തുന്നു, മുറ്റും സമർപ്പിക്കുന്നു. പൂർണ്ണമായി കഴുകണം, ശുദ്ധീകരണം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തന്നെ ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ചില ഒന്നിൽ നിന്നുള്ള ചില പോയിന്റുകളൊക്കെ നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ചില വിടുതലുകളും അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് വലിയൊരു വിടുതലാണ് സംഭവിച്ചത്. ഒരു ബന്ധനം ഈ സഭയിൽ നിന്ന് അഴിഞ്ഞു. വലിയൊരു വിടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പറ്റും. വലിയൊരു അത്ഭുതമാണ് ഈ സഭയിൽ ദൈവം നടന്നത്. ഒരു വ്യക്തിയെ ആത്മഹത്യക്ക് വേണ്ടി ഒരുക്കി മരിക്കാൻ വേണ്ടി 4 പ്രാവശ്യം മരണത്തിലേക്ക് പിശാച് പദ്ധതി ഇട്ടപ്പോൾ ദൈവം ആ വ്യക്തിയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ വിടുവിച്ചു. മരിക്കാൻ വേണ്ടി 4 പ്രാവശ്യം കയറെടുത്തു. ആ വ്യക്തിയെ ദൈവം രക്ഷിച്ചു. നമ്മെ നന്ദിയോടെ നമുക്ക് അരമടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം. ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ ദൈവം രക്ഷിക്കും. ഉറപ്പായിട്ട് യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളായിരിക്കുന്ന അടുത്ത് നിങ്ങൾ വിശ്വസിക്കുക, ദൈവം രക്ഷിക്കും. നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ മറുപടി വരും. ഉറപ്പായിട്ട് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ മറുപടി തരുന്ന ദൈവമാണ്. ഇവിടെ വായിച്ചു നമുക്ക് മാർക്കോസ് സുവിശേഷം 14 3 വാക്യമാണ്. അവൻ ബെഥനിയയിൽ കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വെൺകൽ ഭരണി വിലയേറിയ സ്വജഡ മാംസ്യ തൈലമായി വന്നു ഭരണി പൊട്ടിച്ചു അവൻ്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ തൈലത്തിൻ്റെ വെറും ചിലവിനെക്കുറിച്ച്, ഇവിടെ ഈ തൈലം വിലയേറിയ തൈലമാണ്, പക്ഷെ അത് യേശുവിൻ്റെ തലയിലൂടെ ഒഴിച്ചു. എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിൽ 7:37 വാക്യം, പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നതറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. നോക്കിക്കോണം. ലൂക്കോസ് സുവിശേഷം 7:37 പറയുന്നു, ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ വന്നവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിലിരുന്നു. അറിഞ്ഞു. ഈ അറിഞ്ഞ കാര്യം അറിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവൻ്റെ കാൽക്കൽ വെച്ചു. എന്നാൽ കരഞ്ഞും കൊണ്ട് നിന്നു കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു. ഇവിടെ ഈ സുഗന്ധമേറിയ തൈലം കൊണ്ടുവന്നിട്ട് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ആദ്യം കാൽ നനയ്ക്കണം. യേശുവിൻ്റെ കാൽ നനയ്ക്കണം. നിങ്ങൾ കണ്ണുനീരോടെ ഇന്ന് നനയ്ക്കുന്നത്, നിങ്ങളുടെ കണ്ണുനീര് നിങ്ങൾ കരയുമ്പോൾ ആമേ അതിൽ പറയണം, ഒരു വെൺകൽ ഭരണി തൈലം കൊണ്ടുവന്നത് ഇന്ന് സ്ത്രീകളെ കൂട്ടത്തിൽ പറ, അത് ഞാനാണ് കർത്താവേ, നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ഞാനാ. എനിക്ക് ഏറ്റവും വിലയേറിയത്, ഇന്ന് ഏറ്റവും വിലയേറിയത് നിങ്ങളെ തന്നിരിക്കുന്ന കണ്ണുനീരാണെങ്കിലും കണ്ണുനീര് ഏറ്റവും വിലയേറിയതാണ് കേട്ടോ. അതിന് വിലയില്ല, വില മതിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ സാധനമാണ് കണ്ണുനീര്. പക്ഷേ അത് ആത്മീയയിൽ, പക്ഷെ ഭൗതികത്തിൽ ഏറ്റവും വിലയേറിയ
സുഗന്ധ തൈലവും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നിന്റെ സമ്പാദ്യത്തിൽ മുഴുവനും യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു. ഹല്ലേലൂയ. നിന്റെ മുഴുവനും നീ സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്നിലുള്ള ഏറ്റവും വിലയേറിയത് യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു. നീ കൊണ്ടുവച്ച് ആദ്യം കരഞ്ഞു. പക്ഷെ യേശുവിൻ്റെ മുമ്പിൽ ആ പാവിയായ ഒരു സ്ത്രീയുടെ കണ്ണുനീര് എവിടെ വീണോ? കാൽക്കൽ വീണു. നിങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഏതെങ്കിലും കോണിൽ നിന്ന് കരയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഏതെങ്കിലും കുറ്റമറ്റ ഏതെങ്കിലും നിങ്ങൾ പാപത്തെക്കുറിച്ചോ നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ കരയുന്നുണ്ടെങ്കിൽ, ആ കണ്ണുനീർ ചെന്ന് വീഴുന്നത് യേശുവിൻ്റെ കാൽക്കലാണ്. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ കണ്ണുനീര് ചെന്ന് വീഴുന്നത് വേറെ ഒരു സ്ഥലത്തുമല്ല, യേശുവിൻ്റെ പാദത്തിലാണെന്ന് വിളിച്ചു പറയുകയാണ്. നിങ്ങൾ കരയുന്ന കണ്ണുനീരിന് മറുപടി ഉണ്ട്. ആ കണ്ണുനീര് എവിടെ ചെന്ന് വീഴും? അതൊരു തുരുത്തിയിലാണ്, യേശുവിൻ്റെ പാദത്തിലോട്ട് വീഴുന്നുണ്ട്. കരയുമ്പോൾ നമ്മൾ അറിയില്ല ഈ കണ്ണുനീര് എവിടെയാണ് ചെന്ന് വീഴുന്നത്. നിങ്ങൾ കരയുന്ന കണ്ണുനീര് നിലത്ത് വീഴുമ്പോൾ, ഇത് നിലത്ത് വീഴുമ്പോൾ ആ നിലത്തിൽ ആരായിരിക്കുന്നത്? യേശുവിൻ്റെ കാല. വചനം പറയുന്നു, സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി പാദപീഠമാണെന്ന്. തിരുവചനം വിളിച്ചു പറയുന്നു, സ്വർഗം സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠമാണ്. പാദത്തിലേക്ക് കണ്ണുനീർ നിറയുമ്പോൾ ഈ കണ്ണുനീര്, നിന്റെ കണ്ണുനീര് സുഗന്ധ തൈലമായി, തൈലം ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും കണ്ണുനീര് സുഗന്ധമായി മാറുന്നുണ്ട്. രണ്ടും ഹല്ലേലൂയ സുഗന്ധമായി. ഇന്ന് പലപ്പോഴും നിങ്ങളുടെ കണ്ണുനീര് സുഗന്ധമാകണമെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിന് സുഗന്ധമാകണമെങ്കിൽ ഈ തൈലം, വിലയേറിയ തൈലം, പലപ്പോഴും നമുക്ക് വിലയേറിയത് നമുക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാം. പക്ഷെ ഇല്ല, യേശുവിൻ്റെ കാൽക്കൽ കൊണ്ട് വെച്ചു. യേശുവിൻ്റെ കാൽക്കൽ വെച്ചിട്ട് കരഞ്ഞുടങ്ങിയ തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു. ഹല്ലേലൂയ. തൈലം പൂശി യേശുവിൻ്റെ പാദമൊന്ന് ചുംബിക്കുവാൻ. നിന്റെ കണ്ണുനീർ കരഞ്ഞ മാത്രമല്ല, നിനക്ക് നിന്റെ തലമുടി കൊണ്ട് യേശുവിന്റെ പാദം ഒന്ന് തുടച്ചു കൊടുത്തു. അടുത്ത് പറഞ്ഞു എന്നിട്ട് യേശുവിനെ കാൽ ചുംബിച്ചു, തൈലം പൂശി. എന്നാൽ മത്തായി സുവിശേഷം 26:7 സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞു വെൺകൽ ഭരണി എടുത്തും കൊണ്ട് അവന്റെ അടുക്കെ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. പന്തിയിൽ ഭക്ഷണത്തിനുള്ള സമയത്ത് ഇവിടെ മത്തായി സുവിശേഷം അവൻ്റെ തലയിൽ ഒഴിച്ചു. ഹല്ലേലൂയ. യേശുവിൻ്റെ തലയിലാണ് ഈ സുഗന്ധ തൈലം. നിന്റെ എന്നുവെച്ചാൽ ഇവിടെ കണ്ണുനീര് മാത്രമല്ല, തലയിലേക്ക് പകരുന്ന സുഗന്ധമേറിയ ബല പിടിച്ചുള്ള ആ സുഗന്ധ തൈലം തലയിലോട്ട് ഒഴിച്ചു. എന്നാൽ യോഹന്നാൻ സുവിശേഷം 12:1-3 യോഹന്നാൻ സുവിശേഷം 12:1-3 വായിക്കാം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. നോക്കിക്കോളാം. യേശു മരിച്ചു നിന്നും ഉയർത്തെഴുന്നേറ്റ ലാസർ പാർത്ത ബെഥനിയയിലേക്ക് യേശു പെസഹയ്ക്ക് വേണ്ടി 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. യേശുവിനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിൽ. ഈ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറോ യേശുവിന്റെ കൂടെ പന്തിരി ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസ തൈലം ഒരു റാന്തലെടുത്തു യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് യേശു ഇരിക്കുന്നിടത്ത് നീ ചെന്ന് കഴിഞ്ഞാൽ തൈലം മാത്രമല്ല, ഹല്ലേലൂയ, അവിടെ സുഗന്ധം പകരുന്ന രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിലയേറിയ സുഗന്ധമേറിയ തൈലം, സ്വച്ഛടമാംസ തൈലം ഒരു റാന്തലെടുത്തു യേശുവിന്റെ കാൽ പൂശി. എന്നാൽ തൻ്റെ തലമുടി കൊണ്ട് കാൽ തോർത്തി. എന്നാൽ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. നീ ദൈവ സന്നിധിയിൽ താഴുകയാണ്. തൈലം കൊണ്ട് വെച്ച് പൂശിയിട്ട് മാത്രമല്ല പോകുന്നത്, ഈ സ്ത്രീ യേശുവിന്റെ മുമ്പിൽ താഴുകയാണ്. തലമുടി കൊണ്ട് തുടയ്ക്കണമെങ്കിൽ യേശുവിന്റെ പാദത്തിന്റെ സകല നിന്റെ തലമുടിക്കകത്തുള്ള പാവം വരെ അങ്ങ് ഏറ്റു പറയുകയാണ്. ഒന്നും മറച്ചു വെക്കാനില്ല. യേശുവിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനില്ല. ചിലപ്പോൾ നമ്മൾ തലമുടിക്കകത്തൊക്കെ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ട്.
നിങ്ങളൊന്ന് ചിന്തിക്കുക, തലമുടിക്കകത്ത് ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ അറിയാലോ, ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. തലമുടിക്കകത്തൊക്കെ ഒളിപ്പിച്ചു നടക്കുന്ന ഒരു സാധനമുണ്ട്, ചിന്തിക്കാൻ മനസ്സിലാവും ആരാണെന്ന്. തലമുടിക്കകത്ത് ഒരു സ്ത്രീയെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ തലമുടിക്കകത്ത് പോലും ഒന്നും എൻ്റെ ജീവിതത്തിൽ യേശുവേ നിന്റെ സന്നിധിയിൽ മറവായിട്ട് ഒന്നുമില്ല, എനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. എൻ്റെ തലമുടിക്കകത്ത് പോലും ഒരു രഹസ്യം മറച്ചു വെക്കാനില്ല. ചിലരൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തലമുടിക്കകത്തായിരിക്കും മറച്ചു വെക്കുന്നത്. പക്ഷെ യേശുവിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ തലമുടിയുടെ കെട്ടെന്ന് അവർത്തിട്ടു. ഹല്ലേലൂയ. തലമുടിയുടെ കെട്ടെന്ന് അവർത്തിട്ടിട്ട് ഇതിനകത്തുള്ള, അതാണ് തലമുടിക്കകത്ത് വരെ, തലമുടി വരെ കീറി പരിശോധി ദൈവം. ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല. അപ്പന്റെ സന്നിധിയിൽ മറച്ചു വെക്കാൻ പറ്റില്ല. ഈ സുഗന്ധ തൈലം കൊണ്ട് ആമേ യേശുവിന്റെ കാൽ പൂശിയിട്ട് ആമേ തലമുടി കൊണ്ട്, തൻ്റെ തലമുടി കൊണ്ട് കാലൊന്ന് തുടച്ചു. ഹല്ലേലൂയ. എന്നാൽ പാദത്തോളം താഴ്ന്നു വന്ന സമയത്ത് വിടുതൽ എവിടെ ഇറങ്ങുന്നുണ്ട്? ഒരു അത്ഭുതം എവിടെ സംഭവിക്കുന്നുണ്ട്? നിന്റെ ഉച്ചം തല ഉള്ളം കാല് വരെയോ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ദൈവ പൈതലേ, നിനക്ക് വിടുതൽ സംഭവിക്കുന്നത് എവിടെയാ? മാറ്റം സംഭവിക്കുന്നത് നീ യേശുവിന്റെ മുമ്പിൽ താഴ്, യേശുവിന്റെ മുമ്പിൽ താഴ്, നീ യേശുവിന്റെ മുമ്പിൽ കുമ്പിട്. അപ്പന്റെ മുമ്പിലേക്ക് താഴ്ന്നു, ആ പാദത്തിലേക്ക്. ആദ്യം കണ്ണുനീര് 3 ഭാഗങ്ങൾ വായിച്ചു. കണ്ണുനീര് കൊണ്ട് കരഞ്ഞു. അവളെ ബലഹീന കുറവുള്ള പാവിനിയായ സ്ത്രീയാ, അവൾ പാവിയായ സ്ത്രീയാണ്. പക്ഷെ യേശുവിന്റെ മുമ്പിൽ വന്ന സമയത്ത് ഓരോ കണ്ണുനീരിനകത്തും പശ്ചാത്താപമുണ്ട്, പശ്ചാത്താപമുണ്ട്, പാപത്തെ കുറിച്ചുള്ള പശ്ചാത്താപമുണ്ട്. ആമേ ഹല്ലേലൂയ. മറ്റുള്ളവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സ്വയം എത്രയും വിലയേറിയത്, എന്തുമാത്രം വിലയേറിയ തൈലമാണ്, എന്നാൽ ഇത് നിസ്സാരമായിട്ട് ഇത് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിസ്സാരമായിട്ട് കളയുന്നു. പലവരും കണക്ക് കൂട്ടിയപ്പോൾ ഇത് നിസ്സാരമായിട്ടല്ല, യേശുവിന് വലുതായിട്ടാണ്. ഹല്ലേലൂയ. നിന്റെ വിലയേറിയ തൈലവും ആമേ ഹല്ലേലൂയ, അത് ആമേ സ്ത്രീ ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിന് മുമ്പിൽ ഒന്നുമല്ല. തൈലത്തെ കാട്ടിലും അല്ലെ, തൈലത്തെ കാട്ടി വിലയേറിയത് ആരാണ്? യേശുവാണ്. നിന്റെ സമ്പത്തിനെ കാട്ടി വലുത് ആരാണ്? യേശുവാണ്. ഹല്ലേലൂയ. നിന്റെ നന്മയെക്കാട്ടി ഏറ്റവും വലുത് ആരാണ്? യേശുവാണെന്നുള്ള ആത്മഭാരം ഉണ്ടായിരിക്കണം. അല്ല, ഏറ്റവും കൂടുതൽ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് യേശുവാണ്, അല്ല തൈലത്തിലല്ല. പക്ഷെ മറ്റുള്ളവരെല്ലാവരും തൈലത്തെ, ഭൗതികത്തെ വലുതായിട്ട് കണ്ടു. പക്ഷെ ഈ സ്ത്രീ ആണെങ്കിലോ ആമേ തൈലത്തെ അല്ല വലുതായിട്ട് കണ്ടത്, യേശുവിനെയാണ് വലുതായിട്ട് കണ്ടത്. അത് മാത്രമല്ല, ഇത് മാത്രമല്ല, യേശുവിന് മുമ്പിൽ വന്നിട്ട് കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവളെ കാലുകൊണ്ട് ആമേ കണ്ണുനീരെല്ലാം പാദത്തിൽ നനയുവാൻ തുടങ്ങി. നനഞ്ഞ സമയത്ത് ആമേ വേറൊരു തൂവാലെടുത്തില്ല, വേറെ ടവൽ എടുക്കാൻ പോയില്ല. എന്റെ തലമുടി ആമേ ഹല്ലേലൂയ, എനിക്ക് തന്ന കൂന്തലുണ്ടല്ലോ, കൂന്തല്, ഈ കൂന്തൽ കൊണ്ട് എനിക്ക് ടവലായി മാറുന്നുണ്ട്. എന്റെ കൂന്തലുണ്ടല്ലോ, കൂന്തൽ, ഈ കൂന്തലുണ്ടല്ലോ, ഈ കൂന്തൽ എന്തായി മാറുന്നുണ്ട്? യേശുവിന് ടവലായി മാറുന്നുണ്ട്. നിനക്ക് തന്നിരിക്കുന്ന ടവൽ ആമേ, ഈ കൂന്തല് യേശുവിന്റെ മേൽ ഒരു ടവലായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ തൂവാലായി മാറുന്നുണ്ട്. യേശുവിന്റെ പാദം തുടയ്ക്കുക. നിന്റെ തലമേൽ ആമേ പൂർണ്ണമായി സമർപ്പിച്ച് യേശുവിന്റെ മുമ്പിൽ കുമ്പിട്ടു. ഹല്ലേലൂയ. ആ സമയത്ത് 2 കാര്യം ഒരുമിച്ച് നടന്ന സമയത്ത് ആമേ തുവർത്തിയപ്പോ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അതുവരെയും സൗരഭ്യം നിറയാത്ത കാര്യം എന്താണ്? ചിലത് നിന്നെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോഴാ, നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പണം. ഒരു വാക്ക് പോലും പറഞ്ഞില്ല, പ്രവൃത്തിയിലാണ് വെളിപ്പെടുന്ന കുഞ്ഞെ, പറച്ചിലല്ല. ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നീ ചില കാര്യങ്ങൾ ചെയ്യണം. നീ ദൈവസന്നിധിയിലെ കാര്യങ്ങൾ നീ കർത്താവിനോട് നിയമം സമർപ്പിച്ച് ചില കാര്യങ്ങൾ തീരുമാനം എടുത്താൽ പോരാ. പലവർക്കെല്ലാം തീരുമാനമുണ്ട്. ഞാൻ വെൺകൽ, എല്ലാവരുടെ കയ്യിലും വെൺകൽ നല്ലതാണ് പറഞ്ഞ എണ്ണമുണ്ട് അല്ലേ? മാച്ച തൈലം എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ട് തൈലം, സുഗന്ധമേറിയ തൈലമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ തൈലം നിങ്ങളെല്ലാം യേശുവിനെക്കാട്ടിലും വലുതായിട്ട് കണ്ടിരിക്കുമ്പോൾ, ഇവിടെ നീ നോക്കുമ്പോൾ, ഇവിടെ ഈ സ്ത്രീ നോക്കുന്നത് എനിക്ക് ഈ തൈലത്തെ വലുതായിട്ടല്ല, എൻ്റെ യേശുവിനെയാണ് വലുതായിട്ട് കാണാൻ കഴിയുന്നത്. ഈ തൈലത്തെ ആമേ യേശുവിൻ്റെ കാൽക്കൽ വയ്ക്കും, ഞാൻ യേശുവിൻ്റെ കാൽക്കൽ വയ്ക്കും, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കും. എൻ്റെ വിലയേറിയത്, എനിക്ക് വിലയേറിയത് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് ഏറ്റവും വിലയേറിയത് യേശുവാണെന്ന് കണ്ടുകൊണ്ട്
ആമേ പൂർണ്ണമായി ആമേ സമർപ്പിച്ചു കൊടുത്ത് അവിടെ താഴ്ത്തി സമർപ്പിച്ചു കൊടുത്തപ്പോഴാ ആമേ എല്ലാവരുടെ മേൽ ആമേ കുറവുകൾ ആ വ്യക്തിയുടെ മേൽ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഈ സ്ത്രീ ജീവിതത്തിലേക്ക് ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാ ഇവിടെ ചെയ്യുന്നത്. ആരും ചെയ്യാത്തൊരു ദൈവ പ്രവൃത്തി ചെയ്യുമ്പോൾ ആമേ കാണുകയാണ്. കാര്യം എന്താണ്? അതുവരെ ആമേ കുറ്റമറ്റ മനസാക്ഷിയോട് മനസ്സിനെ ആമേ രൂപാന്തരപ്പെടുത്തി യേശുവിന് നമ്മൾ ഹൃദയം തുറക്കുകയാണ്. നിനക്കുള്ള വിഷയത്തിന്റെ മേൽ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ പറഞ്ഞില്ലെങ്കിലോ നിന്റെ ഹൃദയം തുറക്കുകയാണ്. ആ ഹൃദയം തുറന്നപ്പോഴാണ് പാദത്തിലേക്ക് സകലത കൊണ്ടുവച്ചപ്പോഴാണ് അവിടെ സൗരഭ്യ വാസനയായി മാറിയത്. യേശുവിന്റെ പാദത്തിലേക്ക് വെച്ചപ്പോഴാ നിന്റെ വിഷയത്തിന് സൗരഭ്യ വാസനയായി മാറുന്നത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നീ യേശുവിന്റെ പാദത്തിലേക്ക് നിന്റെ വിഷയം വെക്കുമെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മേൽ സൗരഭ്യ വാസനയാകും. ആമേ ഹല്ലേലൂയ. യേശുവിന്റെ പാദത്തിൽ അടിയറ വെക്കാമോ? ഇന്നലെ വരെ പോയതല്ല, ജീവിതത്തിൽ വന്ന തെറ്റുകളെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഒന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമെങ്കിൽ, നീ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മേൽ സൗരഭ്യ വാസന വരും. ഹല്ലേലൂയ. ഇന്ന് തൈലമാണ് ഇവിടെ പൊട്ടിച്ചതാണെങ്കിൽ ഹല്ലേലൂയ, ഒരു സൗരഭ്യ വാസനയാണെങ്കിൽ പറഞ്ഞെങ്കിൽ യേശുവിന്റെ മഹത്വമാണ് അവിടെ ഉയർന്നത്. ഈ തൈലത്തൂടെ എന്താ വ്യാപരിച്ചത്? യേശുവിന്റെ മഹത്വമാണ് അവിടെ വ്യാപരിച്ചത്. ഈ സ്വച്ഛയുടെ മാംസ തൈലമായി വന്നു, ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. ചിലർ തൈലത്തിന്റെ വെറും ചിലവ് എന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുന്നില്ലയോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് ചിലർ മനസ്സിലൊക്കെ വെറുതെ കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് കളയുന്നു, ഒഴിച്ച് കളയുന്നു. ഇതൊക്കെ മനസ്സിൽ നീരസപ്പെട്ടു. നിങ്ങൾ മനസ്സിലൊക്കെ നീരസപ്പെടുന്നതെല്ലാം കർത്താവ് കണ്ടു. അതുകൊണ്ടാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്, ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. അവളെ സ്പർശിച്ചു, വിലക്കി. പലരും ഇതൊക്കെ കണ്ടു, വിലക്കി. ഇതൊക്കെ ചിലർ മനസ്സിൽ ഇത് വല്ലൊരു കൂടുന്നവർ പറഞ്ഞു, വല്ല ആവശ്യം ഉണ്ടാ, ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് വെറുതെ കൊണ്ടുവന്ന്. പക്ഷെ മറ്റുള്ളവർ വെറുതെ കാണുമ്പോൾ എൻ്റെ യേശു വെറുതെ അല്ല, എനിക്ക് എല്ലാമാണ്. ചിലവരൊക്കെ യേശുവിനെ വെറുതെ ആയിട്ടാ കാണുന്നത്. ഇതൊക്കെ ചിലവരൊക്കെ നിസ്സാരമായിട്ടാ യേശുവിനെ കാണുന്നത്. അല്ല, നിനക്കും എനിക്കും പറ, എൻ്റെ യേശു വെറുതെ അല്ല, എൻ്റെ യേശു വലിയവനാണ്. വെറുതെ എന്നുള്ളതല്ല, നീരസപ്പെട്ട് അവളെ സ്പർശിച്ചു. എന്നാൽ യേശു അവളെ വിടുവിൻ. 6-ാമത്തെ വാക്യത്തിൽ എന്നാൽ യേശു അവളെ വിടുവിൻ. അവളെ അസംഖ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. പക്ഷെ മറ്റുള്ളവർക്ക് മോശ പ്രവൃത്തിയാണെങ്കിൽ യേശു പറയുന്നു അവൾ നല്ല പ്രവൃത്തിയായി ചെയ്തത്. നല്ല പ്രവൃത്തി. മറ്റുള്ളവർ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മോശമെന്ന് പറയും, പക്ഷെ യേശു പറയും നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. പലതും ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിലുള്ള പറയും ഇത് ആവശ്യമില്ല, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ആ പണമെടുത്ത് എന്തെല്ലാം ചെയ്യാമായിരുന്നു. ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ പറയും, അയ്യോ ഇതിന് വല്ല ആവശ്യമുണ്ടോ? ഒരു കൺവെൻഷൻ ക്രമീകരിക്കുമ്പോൾ അല്ലെ 10 പേർക്ക് ആഹാരം കൊടുക്കുമ്പോൾ 10 നല്ല കാര്യം പറയും, ഇതിനൊന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. ഉള്ളവർ ചെയ്യട്ടെ, അവർക്ക് ഉണ്ടല്ലോ. പക്ഷേ ഇല്ലെങ്കിലും ദൈവം തന്നിരിക്കുന്ന നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന സുഗന്ധ തൈലമുണ്ടല്ലോ, അത് നിനക്ക് വലുതായിട്ട് കാണുവാനും എല്ലാവർക്കും അത് കൃപ കിട്ടിയില്ല. പക്ഷെ ഈ സ്ത്രീക്ക് എന്താണ്? ഒരു പാവനിയായ സ്ത്രീക്ക് മനസ്സിലായി ഇത് എനിക്ക് ഏറ്റവും ഹല്ലേലൂയ എൻ്റെ യേശുവാണ്, ഏറ്റവും വലുതാണെന്ന് കണ്ടുകൊണ്ടാ ഇത് പൂർണ്ണമായി ഇവിടെ സമർപ്പിച്ചത്. മറ്റുള്ളവർ വിലക്കിയപ്പോൾ ഹല്ലേലൂയ. എന്നാൽ അവൾ അസംഖ്യപ്പെടുത്തരുത്. അവൾ അസംഖ്യപ്പെടുന്നെങ്കിൽ എങ്കിൽ നല്ല പ്രവൃത്തിയാണല്ലോ ചെയ്തത്. മറ്റുള്ളവർക്ക് മോശം പ്രവൃത്തിയായിരിക്കുമ്പോൾ യേശു നിന്നെ നോക്കി പറയും നീ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. നീ 10 സുവിശേഷം പറഞ്ഞാൽ നല്ല പ്രവൃത്തിയാണ്. 10 വരെ കൂട്ടിക്കൊണ്ടുവന്നാൽ നല്ല പ്രവൃത്തിയാണ്. വചനം കേൾക്കുമ്പോൾ 10 പറയണം യേശു അത്ഭുതം ചെയ്യോ, യേശു നിന്നെ വിടിവിക്കോ. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വമാണ്. നിങ്ങൾ 10 വരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാളെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാതെ മൗനമായിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ അവിടെ നല്ല പ്രവൃത്തിയാണ്. ഇവിടെ പറയുന്ന വചനം വിളിച്ച് പറയുന്നുണ്ട് ആമേ ഇത് മറ്റുള്ളവർക്ക് അസഹ്യമായി മാറിയപ്പോൾ നല്ല പ്രവൃത്തിയായി. നിങ്ങൾ നല്ല പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നത് ദൈവനാമത്തിന് ചെയ്യുന്നത് ദൈവത്തിൽ സമർപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യത്യസ്തമായി നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നല്ല പ്രവൃത്തിയാണ്. മറ്റുള്ള പറയും മോശം പ്രവൃത്തിയാണ്. നീ 2 കൈ അടിച്ച് നല്ലപോലെ ആരാഴ്ച പറയും അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്, നമ്മളെ സഭയ്ക്ക് കേടാണ്, നമ്മളെ കുടുംബത്തിന് കേടാണ്. എല്ലാവരും പറയും അങ്ങനെയൊന്നും ചെയ്യരുത്. പക്ഷെ യേശുവിന് ഇഷ്ടപ്പെടുന്നത് നിന്റെ നല്ല പ്രവൃത്തിയാണ്. നല്ല ആരും ദൈവമക്കളെ അവിടെ നിൽക്കുന്ന എല്ലാവരും പരീക്ഷന്മാരുണ്ട്, ചുങ്കക്കാരുമുണ്ട്, പാവരുടെ വീട്ടിലാ. എല്ലാവരും അവിടെ തെറ്റാണെന്ന് കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന സകലവരും യേശുവിൻ്റെ അടുത്ത് വന്ന പ്രവൃത്തി കണ്ടപ്പോൾ എല്ലാവരും മോശമാണെന്ന് കരുതി. പക്ഷേ യേശു മാത്രം പറഞ്ഞു ഇത് നല്ല പ്രവൃത്തിയാണ്. നിനക്ക് എല്ലാവരും പറയും
ചെയ്തത് തെറ്റാണെന്ന്. പക്ഷെ നിങ്ങൾ യേശുവിൻ്റെ പക്ഷത്താണോ മനുഷ്യൻ്റെ പക്ഷത്താണോ? മനുഷ്യൻ്റെ പക്ഷത്താ നിന്നുകൊണ്ട് നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. നിങ്ങൾ മനുഷ്യനെ നോക്കി, നിങ്ങളെ വ്യക്തികളൊക്കെ നോക്കി ഇറങ്ങി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ യേശുവിലേക്ക് നോക്കി ഇറങ്ങുമെങ്കിൽ അപ്പോൾ തടയുന്നവരുണ്ട്. നിന്റെ വിലയേറിയ തൈലത്തെ യേശുവിൻ്റെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ പലരും തടയും. മനസ്സിലാവുന്ന ആത്മീയമായ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ ബാക്കിലോട്ട് വലിക്കുന്ന പിൻശക്തികളുണ്ട്. നിങ്ങളെ ഓട്ടിച്ചിട്ടെങ്കിലും പിടിക്കും ഈ ആഴ്ച വന്നില്ലെങ്കിൽ. കാര്യം എന്താണ്? ഹല്ലേലൂയ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. പക്ഷെ യേശു പറഞ്ഞില്ല, ഇത് നല്ല പ്രവർത്തിക്കാൻ നീ ഇറങ്ങിയത്. മറ്റാർക്കും ചെയ്യാത്തൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ നിങ്ങളെ സമൂഹം പറയും മോശമാണ്. നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത്, യേശുവിൻ്റെ സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത്? എല്ലാവരും പറയില്ല. എല്ലാവരും വേണമെന്നുള്ളത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പം ഹല്ലേലൂയ പറയും. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലേക്ക് നല്ല സർട്ടിഫിക്കറ്റ് ചുറ്റുപാട് നോക്കി ഒരാളെ പറഞ്ഞ നാട്ടുകാരെന്തൊരു പറയും. നാട്ടുകാർ നോക്കി ജീവിക്കുന്നുണ്ട്. ഒരു 10 ആവശ്യം പറഞ്ഞിട്ട് ഒരു 2 അരി വാങ്ങിച്ചു തരുമോ? എവിടെ? വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുമ്പോൾ ഒരു ദിവസങ്ങൾ വീട്ടിൽ കൊണ്ടിച്ച് കിടത്തുമോ? എവിടെ? ഹല്ലേലൂയ. ചില നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റും അതിനു വേണ്ടി ഓടി നടക്കും. ഇല്ല കുഞ്ഞേ, നീ മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റിന് ഓടി ഓടരുത്. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഓടരുത്. അടുത്തുള്ളവർ എന്തിനു പറയും, അടുത്ത ചേച്ചി എന്ത് പറയും, അടുത്തുള്ള അണ്ണ എന്ത് പറയും, അടുത്തുള്ള അക്കൻ എന്തെന്ന് പറയുന്ന പറഞ്ഞത് ഓടരുത്. മറ്റുള്ളവരുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ സ്വമാംസത്താൽ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. യേശുവിന് സമർപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിനക്ക് മുമ്പോട്ടും പോകാൻ പറ്റത്തില്ല, പിമ്പിലോട്ടും പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്ട്രക്കായി നിൽക്കുന്ന അനുഭവങ്ങൾ, വിടുതലെടുക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, എനിക്ക് പുറത്തൊന്ന് വരണമെന്ന് ആഗ്രഹിക്കുക. എനിക്കൊന്ന് പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുമെങ്കിൽ ദൈവം പുറത്തു കൊണ്ടുവരും. എനിക്കൊന്ന് പുറത്ത് വന്നേ പറ്റൂ. അനുഗ്രഹത്തിലേക്ക് പുറത്തേക്ക് വരണം. ഹല്ലേലൂയ. എന്ന ബാക്കിലോട്ട് വലിക്കുന്ന പിൻശക്തികളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പറയുന്ന എല്ലാവരും കാണും. പക്ഷെ ഒരു പ്രശ്നം അനുഭവിക്കുന്നത് ഈ വ്യക്തി മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഒരു വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കാര്യമാണ് പറയണത്, നിങ്ങളെ കാര്യമല്ല. എനിക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും സഹായിക്കത്തില്ല. ഒരു വേദന തടയി പോലും തരത്തില്ല. ഹല്ലേലൂയ. ഞാൻ സ്വയം തടവേണ്ടി വരും. ഹല്ലേലൂയ. ആരും തടയി തരത്തില്ല കുഞ്ഞെ. ഒരു വേദനയും ബുദ്ധിമുട്ടും കയ്യിൽ വന്ന ശരീരത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികൾ ആരും തടയി തരത്തില്ല. അല്ല ഒന്ന് പോട്ടെ എന്ന് പോലും പറയില്ല. ഹല്ലേലൂയ. കണ്ടിട്ട് കാണാതെ പോകുന്നവരാ പലരും. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യര് നോക്കി ഹല്ലേലൂയ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ചില പരീക്ഷകന്മാര്, ചില ചുങ്കക്കാമാര് കുറ്റം കണ്ടുപിടിക്കാൻ, അത് കുടുംബത്തിനകത്തോണ്ട് പുറത്തുകൊണ്ട് ഹല്ലേലൂയ കുറ്റം കണ്ടുപിടിക്കുന്നവര് യേശുവിന്റെ കൂടെയും ഉണ്ടായിരുന്നു. ചില സദൂക്യന്മാര് കുറ്റം കണ്ടുപിടിക്കുക. നീ അതിനൊന്നും വില കൊടുക്കരുത്. അതിന്റെ വില സീറോ കൊടുക്കണം. യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോ, നീ യേശുവിലേക്ക് സമർപ്പിക്കുമ്പോ നിന്റെ ഹൃദയത്തെ മാംസ തൈലമായി, നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന സുഗന്ധ തൈലം എവിടെ ഇരിക്കുന്നു? നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നു കുഞ്ഞെ. നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന സ്വമാംസ തൈലം, ആമേ, സ്വജഡ മാംസ തൈലം നിന്റെ ഹൃദയത്തിനകത്തായിരിക്കുന്നത്. ഇത് യേശുവിനല്ല വെക്കുന്നത്. ഇത് എവിടെ ഇരിക്കുന്നത് പറഞ്ഞോ? അത് നിന്റെ ഹൃദയത്തിനകത്താണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്ത്രീ കൊണ്ടുവച്ചത്, അവൾ ആത്മാവിനെ കൊണ്ടുവച്ചത്. നിങ്ങൾ പുറമേറിയ വിലയേറിയ തൈലമാണെങ്കിലും അവളെ ഹൃദയത്തെയാണ് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവച്ചത്. ഹല്ലേലൂയ. അവളെ ഹൃദയത്തെ കൊണ്ടുവച്ചപ്പോഴാ സുഗന്ധമായി മാറിയത്. അവളെ ജീവിതം ഇന്നലെ വരെ സുഗന്ധമായില്ല. ഇന്നലെ വരെയും മോശമായിരുന്നു. ഇന്നലെ വരെ പാപത്തിലായിരുന്നു. ഹല്ലേലൂയ. മാറ്റം പലവരും ബാക്കിലോട്ട് വലിക്കുമ്പോൾ, പലവരും സാമ്പത്തികമായി നോക്കുമ്പോൾ, പലവരും കുറ്റം വിലക്കുമ്പോൾ, പലവരും നീ നല്ല കാര്യം ചെയ്താലും അതിനെ കുറ്റം കണ്ടുപിടിക്കുന്നവർ കുറച്ചവരുണ്ട്. ഹല്ലേലൂയ. ചില ഒരു കൂട്ടർ എന്ത് ചെയ്യും? അത് ഇന്ന് ലോകത്ത് യേശുവിൻ്റെ കാലത്തുള്ള കാലമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. യേശുവിൻ്റെ കാലത്തെ തുടങ്ങിയ സംഭവമാണ്. ഇത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുടുംബത്തിനകത്തില്ലേ? എൻ്റെ കുടുംബത്തിനകത്തുണ്ട്. നിങ്ങളെ കുടുംബത്തിൽ ഇല്ലാത്തതിനായി സ്തോത്രം. എൻ്റെ കുടുംബത്തിലുള്ളതിനായി സ്തോത്രം. എന്ത് ചെയ്താലും കുറ്റം. അങ്ങനെയല്ല ഇങ്ങനെയാണ്, അവിടെയല്ല ഇങ്ങനെയാണ്. എന്നാലും എൻ്റെ കയ്യിൽ ഒരു മടുപ്പുമില്ല. ഹല്ലേലൂയ. അനുഗ്രഹത്തിലേക്ക് പോകുമ്പോൾ ബാക്കിലോട്ട് വലിക്കുന്ന, കയ്യിനെ മരവിപ്പിക്കുന്ന, മനസ്സിനെ മരവിപ്പിക്കുന്ന ശത്രു പദ്ധതികളെ മനസ്സിലാക്കണം. നമ്മളെ മരവിപ്പിക്കും.
ഹല്ലേലൂയ, ആ ബന്ധനം പൊട്ടണം. ഹല്ലേലൂയ. ഇവിടെ യേശുവിന്റെ അടുക്കലാണ് നിൽക്കുമ്പോൾ സദൂക്യന്മാർ ശക്തമായി, നീ എന്തിനു ചെയ്തു? നിനക്ക് വേറെ ജോലിയില്ലേ? ഇത് വിറ്റ് ദരിദ്രം മാർഗ, ഇത് പൈസയുടെ ഉള്ളതല്ല, വേറെ രീതിയില്ല. അവൻ ലെവലുകൾ വേറെ ആയിരുന്നു. ആമേ ഹല്ലേലൂയ. എന്നാലും ഇത് യേശുവിൻ്റെ മേൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. യേശുവിൻ്റെ പാദത്തിലേക്ക് ഒഴിച്ചു, ഇതിനെ വെറുതെ ഒഴിച്ചു കളേണ്ട കാര്യമില്ല. പക്ഷേ അവൾ പകർന്നിരിക്കുന്നത് അവിടെ ഹൃദയത്തെ യേശുവിൻ്റെ മേൽ കൊണ്ടുവച്ചത്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നോക്കിയത് ആമേ ഭൗതികത്തിലാണ് നോക്കിയത്. പക്ഷെ അവിടെ ഹൃദയത്തെയാണ് യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചത്. എന്നാൽ അവിടെ 7-ാമത്തെ വാക്യത്തിൽ, എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയാണല്ലോ. യേശു മാത്രം നല്ല പ്രവൃത്തിയാണ്. നല്ല പ്രവൃത്തികളെ പ്രതിഫലം ആര് തരും? കർത്താവായ യേശു തരും. നമ്മൾ നല്ല പ്രവൃത്തി, ആരെ നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആരെ ചോദിച്ചിട്ടോ നല്ല പ്രവൃത്തി ചെയ്യാൻ സ്വയം ചെയ്യുക. നിങ്ങൾക്ക് സ്വയം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ സ്വയം ചെയ്യുക. ആരെ ചോദിച്ചിട്ടോ ഇനി ആരെയും കണ്ടിട്ടോ ഇവർ നന്നായിട്ട് ഞാൻ നന്നാവുന്ന, അവരും നന്നാവൂല, നമ്മളും നന്നാവൂല. ഹല്ലേലൂയ. ഇവൻ നന്നായി, ഇവൻ വന്നിട്ട് മാത്രം വീട് അടയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വീട് അടയ്ക്കാനും പറ്റില്ല. സമയത്തിന് വീട്ടിലും വരൂല, ഇറങ്ങി പോവേയില്ല. ഹല്ലേലൂയ. നന്നായുള്ള കല്ലുന്നാൽ ആരെയും നോക്കിയിട്ടില്ല. നമുക്ക് സ്വയം ഒരു വെളിപ്പാട്, യേശുവിൻ്റെ അടുക്കിലേക്ക് വരണമെന്നുള്ളൊരു വെളിപ്പാട് നമുക്ക് വേണം കുഞ്ഞെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ നോക്കിയല്ല. ഹല്ലേലൂയ. മറ്റുള്ളവർ ബാക്കിലോട്ട് വലിച്ചപ്പോ എൻ്റെ കർത്താവ് പറഞ്ഞു, വിളിച്ചത് നല്ല പ്രവൃത്തി. ആമേ ഹല്ലേലൂയ. വിളിച്ചത് നല്ല പ്രവൃത്തി ആയതുകൊണ്ടും ദരിദ്രർക്ക് നിങ്ങൾക്ക് ഇതിപ്പോ ദരിദ്രർക്ക് കൊടുത്തൂലേ എന്ന് പറഞ്ഞു. 7-ാമത്തെ വാക്യത്തിൽ, ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ. ദരിദ്രർ എപ്പോഴും നിങ്ങൾ അടുക്കലുണ്ടല്ലോ. ഇച്ഛിക്കുന്നപ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കയില്ല. അവൾ തന്നെത്താൻ ആവത് ചെയ്തു. കല്ലറയിൽ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതെല്ലാം അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പേ, അടക്ക ശുശ്രൂഷയ്ക്ക് മുമ്പേ അഡ്വാൻസ് ആയിട്ട് ചെയ്തു എന്ന് ലോകത്തിലെങ്ങും അറിയപ്പെടും, ഇത് പ്രസംഗിക്കപ്പെടും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് ഓർമ്മയ്ക്കായി, ഇത് സുവിശേഷം എല്ലായിടവും പ്രസ്താവിക്കുന്നു. ഈ ചെയ്ത കാര്യം ലോകം മുഴുവനും പ്രസ്താവിക്കുന്ന രീതിയിൽ മാറുമെന്നുള്ള തിരുവചനം അവിടെ പ്രസ്താവിക്കുവാനിട വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അടുത്ത് 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വായിച്ചു 14:10. പിന്നെ 12 ഒരുത്തനായി ഇസ്കര്യാത്തായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ചു പോന്നു. നോക്കിക്കോളാം. അടുത്ത് ഇവിടെ തൈലം പകരുന്നു. അടുത്ത് യേശുവിന് അടുത്ത ഭാഗത്തിലേക്ക് ഒറ്റി കൊടുക്കുന്ന ഒരു ഭാഗത്തിലേക്ക് പന്തിരിൽ ഒരുവനായ ഇസ്കര്യോത്തായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ കേട്ട് സന്തോഷിച്ചു. അവന് പണം കൊടുക്കണം എന്ന് വാഗ്ദത്തം ചെയ്തു. അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ചു കൊടുത്തു. എന്നാൽ യേശുവിനെ കാണിച്ചു കൊടുക്കണം. യേശുവിനെ കാണിച്ചു എന്ന് വെച്ചാൽ അറിയാൻ പറ്റുന്നില്ല. കൂട്ടം യേശുവിൻ്റെ കൂടെ എത്രയോ ലക്ഷം ജനങ്ങളാണ് യേശുവിൻ്റെ കൂടെ നടക്കുന്നത്. യേശുവിനെ അറിയാൻ പറ്റും, വലിയ കൂട്ടം യേശുവിൻ്റെ കൂടെ ഉണ്ട്. യേശുവിനെ കാണിച്ചു കൊടുക്കണം എന്നത് തക്കം കണ്ടതിന് അതിൽ നിന്നും കൂട്ടത്തിരിക്കുന്ന ശിഷ്യമല ഒരു വ്യക്തിയെ ആമയെ ശത്രു കയ്യിലെടുക്കുന്നു. എന്നുവെച്ചാൽ പിശാച് കയ്യിലെടുക്കുകയാണ്. എന്നുവെച്ചാൽ കാണിച്ചു കൊടുക്കണമെന്ന് തക്കം അന്വേഷിച്ചു പോന്നു. എന്നാൽ 12-ാമത്തെ വാക്യത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. തൈലം പൂശിയ ശേഷം അടുത്ത് കർത്താവിനുടെ പെസഹ ഒഴുക്കുന്നതിന് പെസഹ കുഞ്ഞാടിൻ്റെ അറുക്കുന്നതിനായി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യർ നിങ്ങളെ എതിർപ്പെടും. അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടമയോട്, ഞാൻ എൻ്റെ ശിഷ്യനുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു മാളികയിൽ കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ടു, നഗരത്തിൽ ചെന്നു
അവർ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസക ഒരുക്കുന്നാൽ കർത്താവിനൊരു പെസക ഒരുക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെ എന്താണെന്നുള്ള ശിഷ്യന്മാരെ അറിയത്തില്ല. കർത്താവ് 2 ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, വരുന്ന സമയത്ത് ഒരു മനുഷ്യനെ കാണും, ആ മനുഷ്യൻ നിങ്ങൾ കാണിച്ചു തരും. എന്നുവെച്ചാൽ ആ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെ, പെസക കഴിപ്പാനുള്ളത് എവിടെയാണെന്നുള്ളത് എന്നുവെച്ചാൽ വിരിച്ചൊരുക്കിയ ഒരു മാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിനെന്ന് പറഞ്ഞു. എന്നാൽ ഒരു പെസക ഒരുക്കുവാൻ, അടുത്തൊരു പെസക ഒരുക്കുന്ന സമയത്തിലേക്ക് വരികയാണ്. 17-ാം വാക്യത്തിൽ ആമേൻ സന്ധ്യയായപ്പോൾ അവൻ പന്തിവരുമാനോട് കൂടെ ഇരുന്നു. അവർ ഇരുന്നു ഭക്ഷിപ്പാൻ. അടുത്ത ആഹാര സമയം, ഭക്ഷണ സമയത്തിരുന്ന സമയത്ത് ഭക്ഷണ സമയത്ത് ഇരിക്കുകയാണ്. സന്ധ്യയായപ്പോൾ അവർ പന്തിവനോട് കൂടെ വന്നു. അവർ ഇരുന്നു ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങൾ ഒരുവൻ എൻ്റെ കൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. യേശുവിനെ ഒറ്റി കൊടുക്കുന്ന മുമ്പേ ഹൃദയത്തിനകത്ത് വിചാരിച്ച കാര്യവും ഹൃദയത്തിനകത്ത് പറഞ്ഞ കാര്യവും ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഈ സുഗന്ധത്തൈലത്തിന് വലിയൊരു ശുശ്രൂഷ കഴിഞ്ഞു. അടുത്ത പെസകയിലോട്ട് കടന്നു വരുന്നുണ്ട്. പെസകയിൽ കഴിയുമ്പോൾ യേശുവിനെ ഒറ്റ ക്രൂശീകരണമായി സംബന്ധിച്ച് വരികയാണ്. യേശുവിൻ്റെ അവസാന നിമിഷം, അവസാനത്തെ എന്നുള്ള പെസക നിമിഷത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന സമയത്ത് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങൾ ഒരുവൻ എന്നെ കൂടെ ഭക്ഷിക്കുന്നവൻ, എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുകയും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ചു. യേശു ഇത് പരസ്യമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്താണ് എന്നെ ഒറ്റുകൊടുക്കും, എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ചു. ഓരോരുത്തരും ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. അവർ അവനോട്, പന്തിയിൽ ഒരുവൻ എൻ്റെ കൂടെ താലന്തിൽ കൈമുക്കുന്നവൻ തന്നെ. ഓരോരുത്തർ ചോദിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു, ഞാനോ ഞാനോ ഞാനോ, ആരാണ് കാണിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. എന്നാൽ യേശുവിന് അറിയാം എൻ്റെ കൂടെ ഇരിക്കുന്നവൻ ആരാണെന്ന് വ്യക്തമായിട്ട് എനിക്ക് യേശുവിന് അറിയാം. പക്ഷേ അന്ന് ഏത് കാര്യത്തിന് മുമ്പേയും മുമ്പേ ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് വിചാരിച്ച കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. ചെയ്യാൻ പോകുന്ന അഡ്വാൻസ് ആയിട്ട് ദൈവം അറിയാതെ ഒരു കാര്യവും സംഭവിക്കില്ല കുഞ്ഞെ. അത് തിരുവഴുത്താണ്. ഇന്ന ഒരാൾ കാണിച്ചു കൊടുക്കണമെന്നും ഇന്നൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെന്നും എന്താണ് ആദ്യമേ ഒരു പ്രമാണത്തിൽ ഉള്ളതാണ്. അതിനുവേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. അത് സംഭവിക്കുന്ന മുമ്പേ പരിശുദ്ധ സ്വർഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരുവൻ എന്നോട് താലന്തിൽ കൈമുക്കുവാൻ തന്നെ മനുഷ്യപുത്രൻ പോകുന്നത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നവന് മനുഷ്യനോ അയ്യോ കഷ്ടം. അതേക്കുറിച്ച് വീണ്ടും പറയുകയാണ്, ഈ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നവനോ മനുഷ്യൻ അയ്യോ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കായിരുന്നെങ്കിൽ അവന് കൊള്ളാമായിരുന്നു, അവൻ ജനിക്കായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നുവെച്ചാൽ അവൻ്റെ കാര്യം കഷ്ടമാണ്. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യം കഷ്ടമാണ്. അവൻ ജനിക്കായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഹല്ലേലൂയ. ചില വന്ന് അടി വാങ്ങിക്കാതിരിക്കണേക്കാട്ടി വരാതിരിക്കണേ ഏറ്റവും നല്ലതെന്ന് പറയും. വന്ന് അടി വാങ്ങിക്കണേക്കാളും വരാതിരിക്കണേ ഏറ്റവും വലുത്. അത് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. അവൻ ഈ മനുഷ്യൻ ജനിക്കായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. 22-ാം വാക്യത്തിൽ അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെയും പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി. എന്നാൽ അപ്പത്തെക്കുറിച്ച് ആ ശുശ്രൂഷയുടെ ഭാഗം ഭക്ഷിക്കാൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങിയത് തിന്നുവിൻ, എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെയും പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവർക്കും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന നിയമത്തിലുള്ള എൻ്റെ രക്തം, മുന്തിരിയുടെ അനുഭവം. ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്നവരെ നാൾ വരെ ഞാൻ അതിനെ അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. അവരുടെ അവസാന അത്താഴത്തിൽ അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അതുപോലെ തന്നെ സ്തോത്രം ചൊല്ലി വീഞ്ഞും പകർന്നു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന നിയമത്തിൻ്റെ രക്തമാകുന്നു. മുന്തിരിവരുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. 26-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ അത്താഴം ഒരുക്കുകയാണ്. അത്താഴ സമയത്ത് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൊടുത്തു. യേശുവിൻ്റെ ശരീരത്തെയാണ് അപ്പമായിട്ട് തരുന്നത്. നമ്മൾ തിരുവത്താഴത്തിലോട്ട് വരുമ്പോൾ ആ അനുഭവത്തിലേക്ക് യേശുവിൻ്റെ ശരീരമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തമാണ്. രക്തത്തെ നമ്മൾ എന്തായിട്ട് കാണണം? മുന്തിരിവള്ളിയുടെ മുന്തിരി വീണ് എന്തായിട്ട് കാണണം? യേശുവിൻ്റെ രക്തമായിട്ട് കഴിയണം. ഹല്ലേലൂയ. അപ്പത്തെ യേശുവിൻ്റെ ശരീരമായിട്ട് കാണണം. ആ ഒരു ഭക്തിയോടെ തിരുവത്താഴത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മൾ സ്തോത്രം ചൊല്ലി ഭക്ഷിക്കാം.
വായിക്കാറുണ്ട്. 26 വാക്യത്തിൽ ആമേ പിന്നെ അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിമലയിലേക്ക് പോയി. പിന്നെയും അവൻ സ്തോത്രം പാടിയ ശേഷം ഇതെല്ലാം കൊടുത്തിട്ട് സ്തോത്രം പാടി സ്തുതിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്ത ശേഷം ഒലിമലയിലേക്ക് പോയി. എന്നാൽ യേശു അവരോട്, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. യേശു ഹല്ലേലൂയ എല്ലാവരോടും നോക്കി ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും ഇടറിപ്പോകും, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും എന്ന് പറഞ്ഞു. 29 വാക്യത്തിൽ പത്രോസ് പറഞ്ഞു അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്ന് ഈ രാത്രി തന്നെ കോഴി 2 വട്ടം കൂകുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോടൊന്ന് പറഞ്ഞു. അവനോ, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞു. യേശു ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ നിൻ്റോടെ മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയില്ല. പരസ്യമായിട്ട് പലരും പറയണതെല്ലാവരും ആദ്യമായിട്ട് ഓടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരസ്യമായിട്ട്, പാസ്റ്ററെ ഇവിടുന്ന് ആരൊക്കെ പോയാലും ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ആരൊക്കെ കല്ലെടുത്താലും ഞാൻ പറയുന്നവർ തന്നെയാണ് ആദ്യം ഓടിപ്പോകാൻ പോവുകയാണ്. ഇടയനെ വെട്ടും, ഇടയനെ വെട്ടിയാൽ ആടുകളെ പിടിക്കും. അപ്പോൾ ഇടയനെ വെട്ടിയാൽ ആടുകളെ പിടിക്കുവാൻ എളുപ്പമാണ്. ഇടയനായിരിക്കും നമ്മുടെ കർത്താവ് യേശുവിനെ പിടിക്കുന്ന ക്രൂശി എന്ന സമയത്ത് ഇടയനെ പിടിച്ചു കഴിഞ്ഞാൽ ആടുകൾ ഓടും. ആമേ. നേതൃത്വത്തിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആടുകൾക്കൊരു ക്ഷീണം വരും. പ്രൈസ് ദി ഹല്ലേലൂയ. നിങ്ങളെ നേതൃത്വം നയിക്കുന്നവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, ഇടയന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇടയന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ആടുകൾ മേയ്ക്കുന്ന ഇടയന് വേണ്ടി സഭ നയിക്കുന്നവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കുക. ഇടയനെ വെട്ടും, ഇടയനെ വെട്ടും. ഹല്ലേലൂയ. ഇടയനൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഇടയനെ വെട്ടിക്കഴിഞ്ഞാൽ ആടുകൾ ചിതറിയോടും. ആമേ. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് ഓടും. എന്നാൽ ഞാൻ ഉയർത്തതിനു ശേഷം നിങ്ങൾ മുമ്പേ ഗലീലയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും. ഇതിനകത്ത് ആരും മിണ്ടിയില്ല, പത്രോസ് മാത്രം, മറ്റുള്ള ശിഷ്യന്മാരൊന്നും മിണ്ടിയില്ല. ഈ വെളിപ്പാട് പറഞ്ഞ സമയത്ത്, യേശു പറഞ്ഞ സമയത്ത് മറ്റു ശിഷ്യന്മാർ ആരും ഒന്നും പറഞ്ഞില്ല. പത്രോസിന് എപ്പോഴും ഒരു ആവേശമാണ്, യേശുവിന് വേണ്ടി എന്തു ചെയ്തൊരു ആവേശമാണ്. പത്രോസ് പറഞ്ഞു, ആര് ഓടിയാലും മിണ്ടാതെ വായും വെച്ചോണ്ട് മിണ്ടായിരുന്നാ പോരെ, വായും വെച്ചോണ്ട് മിണ്ടായിരുന്നാ പോരെ. എല്ലാ ശിഷ്യന്മാരും വായും വെച്ചിട്ട് യേശു പറഞ്ഞത് ശരിയാണ്, യേശു സംഭവിക്കുന്നതിനെ കുറിച്ചേ പറയാറുള്ളൂ. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് പത്രോസ് പറഞ്ഞു, ആരൊക്കെ ഓടിയാലും നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ ഓടത്തില്ല. അപ്പോൾ പത്രോസിനെ വിളിച്ച, പത്രോസെ നീ തന്നെ എന്നെ 2 വട്ടം കോഴി കൂകുമ്പോൾ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് 2 വട്ടം നാമെ കോഴി കൂവുമ്പോൾ 3 വട്ടം തള്ളി പറയണമെങ്കിൽ അത്രത്തോളം അഡ്വാൻസ് ആയിട്ട് തള്ളി പറയത്തക്കവണ്ണം നീ പറയാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി പറയുന്നൊരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ പറയൂല എന്ന് പറയും. എത്ര പറയൂല എന്ന് പറഞ്ഞാലും പറഞ്ഞു പോകും, പറയും. കാര്യമെന്താണ്? അത് സംഭവിച്ചേ പറ്റൂ. പറയൂല എന്ന് പറഞ്ഞാലും സംഭവിച്ചേ പറ്റുള്ളൂ. ചില വ്യക്തികളുടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഇന്നടുത്ത് പോന്ന് പറയരുത്. ചിലടത്ത് പറയില്ലെന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ ഇന്നടുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഇന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് സംഭവിച്ചേ പറ്റൂ. ഇത് അറിഞ്ഞു വെച്ചും കൊണ്ടാണോ അറിയുന്നില്ല. എന്നാൽ തിരുവചനം വിളിച്ചു പറയുന്നുണ്ട്, അഡ്വാൻസ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഇടയൻ ചേറുമ്പോൾ ഹല്ലേലൂയ, ഇടയനെ പിടിച്ചു കഴിഞ്ഞാൽ ആടുകളെ പിടിച്ചു കെട്ടി കഴിഞ്ഞാൽ ആമേ ഹല്ലേലൂയ, അവർ ഓടും. അവരെല്ലാം ചിതറുന്ന അനുഭവത്തിലേക്ക് പറയുന്നു. ഇതാ ആമേ എല്ലാവരും വിട്ടു ഓടുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആമേ ഹല്ലേലൂയ. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, അവൻ ദുഃഖിച്ചു. ഓരോരുത്തരും ഞാനോ എന്ന് പറഞ്ഞു. അവനോട്, പന്തിയിൽ ഒരുവൻ എന്നോട് താലന്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞു. ആമേ എഴുതിയിരിക്കുന്നു. സത്യമായിട്ട് മനുഷ്യപുത്രൻ കാണിച്ചു കൊടുക്കുന്നു. ആമേ എന്നിട്ട് പറഞ്ഞു, ഒറ്റ കൊടുക്കുന്ന അനുഭവത്തിലേക്ക് പറഞ്ഞു, തള്ളിപ്പറയുന്ന അനുഭവത്തിലേക്ക് പറഞ്ഞു. യേശുവിനെ തള്ളിപ്പറയുന്ന എന്ന് വെച്ചാൽ യേശുവിനെ ഒറ്റ കൊടുക്കുന്നുണ്ട്. ആമേ ഹല്ലേലൂയ. ശിഷ്യന്മാർ
അധികമായി സ്നേഹിക്കുന്ന മേൽ പത്രോസിന്റെ മേലും പറയുന്നുണ്ട്, നീ എന്നെ ഒറ്റി കൊടുക്കുമെന്ന് പറയും. എല്ലാവരും എന്ന് പറഞ്ഞോ മരിക്കേണ്ടി 31 വാക്യത്തിൽ പറയുന്നു, ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് അധികമായി എന്ന് പറഞ്ഞു. എന്നാൽ 32 വാക്യം വായിച്ചു, 14:32. അവർ ഗെത്സമനെ എന്ന് പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. ക്രൂശീകരണത്തിന്റെ മുന്നോടിയായി യേശു അടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോവുകയാണ്. യേശു അടുത്ത് വരാൻ പോകുന്ന വലിയൊരു കഷ്ടത, വലിയൊരു വേദന എന്നുവെച്ചാൽ ഒരു ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്ന മുമ്പേ യേശു ശിഷ്യന്മാരെ കൂട്ടി പ്രാർത്ഥനയ്ക്കായി ഗെത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ എന്താ പറയുക, അവർ ശിഷ്യന്മാരോടവൻ പറഞ്ഞോ വായിച്ചോ. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. നോക്കിക്കോളം, ശിഷ്യന്മാരോട് അവർ മറ്റുള്ള ശിഷ്യന്മാർ 12 ഉണ്ടായിട്ടും നിങ്ങൾ ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ അല്പം കൂടെ ഉയർന്നു മാറി. എന്നാൽ ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. യേശുവിന് വരാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച്, യേശു അനുഭവിക്കാവുന്ന പീഡനത്തെക്കുറിച്ച് വളരെ വ്യാകുലപ്പെട്ടു. ആ വലിയൊരു കഷ്ടത ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും, ഇതെങ്ങനെ മാത്രം സഹിക്കാൻ പറ്റും, യേശുവിൻ അനുഭവിക്കുന്ന പീഡനാനുഭവത്തെ അത് ദുഃഖമായി വ്യാകുലപ്പെടാൻ തുടങ്ങി. എന്നാൽ എൻ്റെ ഉള്ളം 34 വാക്യത്തിൽ എൻ്റെ ഉള്ളം മരണവേദന പോലെ അത് ദുഃഖമായി തീർന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിൻ. എന്നാൽ 34 വാക്യത്തിൽ എൻ്റെ ഉള്ളം മരണവേദന പോലെ അത് ദുഃഖമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. എന്നൊരു ശിഷ്യന്മാരെ 3 വരെ ഒരു സ്ഥലത്താക്കി വെച്ചിട്ട് യേശു അല്പം കൂടെ ചെന്ന് നിലത്ത് വീണു. 30 നിലത്ത് അല്പം കൂടെ മാറിയെന്നു യേശു ഈ കഷ്ടത ഓർത്തപ്പോൾ നിലത്ത് വീണു. കഴിയുമെങ്കിൽ ഈ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രമെങ്കിൽ നിന്നും നീക്കണമേ എന്നവൻ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതാകട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാം സഹിക്കുന്ന വേദന പറ്റത്തില്ല, അതികഠിനമായ വേദനയാണ്, ഇതെന്നെ കൊണ്ട് താങ്ങത്തില്ല. എന്നാലും പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, ഞാൻ ഇച്ഛിക്കുന്നതല്ല, അവിടെ നിന്ന് ഇച്ഛിക്കുന്നത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അവർ വന്നു അവർ ഉറങ്ങുന്നത് ശിഷ്യന്മാരടുത്ത് വന്ന സമയത്ത് ശിഷ്യന്മാർ പത്രോസ് യോഹന്നാൻ നല്ല ഉറക്കമായിരുന്നു. ശുശ്രൂഷയുടെ സമയത്ത് ഉറങ്ങിയാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത പോയിന്റ് ഉറക്കത്തിലോട്ടാണ് വരുന്നത്. ഹല്ലേലൂയ. യേശുവിന് മരണവെപ്രാളവും നമുക്ക് ഉറക്കവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വരാൻ പോകുന്ന ടൈമിൽ നീ ഉറങ്ങിയാൽ വീഴും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഉറങ്ങിയാൽ ഒറ്റി കൊടുക്കും, നീ ഉറങ്ങിയ തകരും. ഹല്ലേലൂയ. യേശുവിന്റെ സന്നിധിയിൽ ആമേൻ നിന്നെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്ന് യേശുവിന് വലിയൊരു പീഡനകാലം വരുന്ന സമയത്ത് നിനക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലയോ? നിന്നെ പ്രാർത്ഥിക്കാനില്ല ഉയർന്ന മലയിലോട്ട് കൊണ്ടുപോയത് നിങ്ങളെ ചേർക്കുന്നത് പ്രാർത്ഥിക്കുക. എന്നാൽ അർദ്ധരാത്രിയുടെ സമയത്ത് ശിഷ്യന്മാർ പറയും, ഞങ്ങൾക്ക് ഉറക്കമാണ്. ഇല്ല, ഉറങ്ങേണ്ട സമയത്ത് നിനക്ക് തരാം, അല്പം ഒന്ന് പ്രാർത്ഥിര്. നാളെ പ്രഭാതം ഒരു വലിയൊരു കഷ്ടത എനിക്ക് വെച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരെ ഒന്ന് ഉത്സാഹിപ്പിക്കുകയാണ്. നിന്നോട് ദൈവം അർദ്ധരാത്രി പ്രാർത്ഥിക്കണം, അർദ്ധരാത്രി പ്രാർത്ഥിക്കണം. പലരും ചോദിക്കും, എന്തിനാ പാസ്റ്ററെ അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നത്? അർദ്ധരാത്രി നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ രാവിലെ നീ യേശുവിനെ ഒറ്റി കൊടുക്കും. ഹല്ലേലൂയ. യേശുവിനെ തള്ളിപ്പറയും. പക്ഷേ ഉറക്കത്തിൻ്റെ മനുഷ്യൻ ബലഹീനാണ്. മനുഷ്യൻ ബലഹീനാണെങ്കിലും ഇവിടെ ബൈബിൾ ബലഹീനെ നമ്മൾ ജയിക്കണം. ചില സമയത്ത് ഉറക്കത്തെ ജയിച്ചേ പറ്റൂ. യേശു വ്യാകുലപ്പെട്ടു മരണവേദന കൊണ്ട് യേശു കമിണ് വീഴുന്നു. ഇതൊന്നും ശിഷ്യന്മാർ അറിയണില്ല. യേശുവിനൊരു വേദന വന്നാൽ യേശു അനുഭവിക്കട്ടെ, എനിക്കെന്തോന്ന്, ഞാൻ ഇന്ന് ഉറങ്ങിയിട്ട് ആശ്വസിച്ചു കൊള്ളട്ടെ. യേശുവിന് മരണവെപ്രാളവും നമുക്ക് ഉറക്കത്തിൻ്റെ വെപ്രാളവും ക്ഷീണമൊക്കെ ഉണ്ട്. രാവിലെ കർത്താവിന് ശുശ്രൂഷ കഴിഞ്ഞു സുഗന്ധ തൈലത്തിൻ്റെ സൗരഭ്യ വാസന കടിച്ചിരിക്കുകയാണ്. ഈ സൗരഭ്യ വാസന അടിച്ചാൽ ഉറങ്ങാതിരിക്കുമോ? അല്ലേ, നല്ല സൗരഭ്യ വാസനയൊക്കെ കിട്ടിയിരിക്കുകയാണ്, അല്ലേ, നല്ല അത്താഴമൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം വയറെല്ലാം വീപ്പിച്ചിട്ടാണ് കൊണ്ടുപോണത് ആശമാരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഉറക്കത്തിൻ്റെ ടൈമിൽ ചില ഉറക്കത്തെ അതിജീവിച്ചേ പറ്റൂ. ചില പ്രശ്നങ്ങളെ, ചില പ്രതികൂലങ്ങളെ ജയിക്കണമെങ്കിൽ നിനക്കൊരു പരീക്ഷ ഉണ്ടെങ്കിൽ,
നാളെ ഒരു പരീക്ഷയാണ് എന്ന് ഉറങ്ങരുത്. നാളെ നീ PSC പരീക്ഷ എഴുതാൻ പോവുകയാണ്, ഉറങ്ങരുത്. നാളെ നിന്റെ കേസ് കോടതി എടുക്കുകയാണ്, ഉറങ്ങരുത്. നിന്റെ കേസ് നാളെ കോടതിയിൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. എനിക്ക് വക്കീലുണ്ട്, പേരുള്ള വക്കീലുണ്ട്, സമയമാകുമ്പോൾ വക്കീൽ പപ്പ അടിച്ചു പോകും. പക്ഷെ നീ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ വക്കീൽ ഉണരുള്ളൂ. നിന്റെ വക്കീൽ ഉണരണമെങ്കിൽ നീ ഉണർന്ന് പ്രാർത്ഥിക്കണം. നിന്റെ വിഷയത്തെ നീ ആത്മഭാരത്തോടെ കാണണം. യേശു നിന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ യേശുവിന്റെ കഷ്ടത്തെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, നീ യേശുവിന്റെ കൂടെ നിൽക്കുന്ന പ്രാർത്ഥിക്കുവാൻ, ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് കുഞ്ഞെ. സഭയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഒരു ദൗത്യത്തിലേക്ക് പോകുമ്പോൾ, അടുത്തൊരു ദൗത്യത്തിലേക്ക് പോകുമ്പോൾ, സഭ അടുത്ത നിലവാരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. അടുത്ത വലിയൊരു പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോവുകയാണ്. അടുത്തൊരു നിലവാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങി ആശ്വസിക്കുന്നതല്ല, ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആരാധന സമയത്ത് ഉറങ്ങിയാൽ, പ്രാർത്ഥന സമയത്ത് ഉറങ്ങിയാൽ, യേശു ആത്മഭാരത്തോടെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാര് നല്ല ഉറക്കമാണ്. ആരൊക്കെ ഉറങ്ങിയിട്ടുണ്ടോ ഇവിടെ വീണ ചരിത്രങ്ങളുണ്ട്. അവർ അഡ്രസ് ഇല്ലാതായിട്ടുണ്ട്. എവിടെയൊക്കെ വീണിട്ടുണ്ടോ, ഉറങ്ങി വീണിട്ടുണ്ടോ, അവരെ അഡ്രസ് മായ്ച്ചു കളയും പിശാച്. നീ നിന്റെ അഡ്രസ് മായ്ക്കാതിരിക്കണമെങ്കിൽ പറ, ഞാൻ ഉണർന്നിരിക്കും. ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ട്, രാവിലെ കഴിച്ചാല് രാത്രി തൊട്ടേ ഉറക്കമില്ലാത്തവരാണ്. എന്നാലും ഇന്ന് സഭാരാധന ഉറങ്ങിപ്പോകരുത്. ഇത് അല്പസമയം കഴിയുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാം. ഇതിപ്പോ ചില മണിക്കൂർ, 1 മണിക്കൂർ കഴിയുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാം. ആരും വിളിക്കത്തില്ല. നിങ്ങൾക്ക് ഉറങ്ങാൻ സമയം തരും ദൈവം. നിങ്ങൾ അടുത്ത് വരും, യേശു വരും. മോനെ ഇനി ഉറങ്ങിക്കോ. പക്ഷെ ഉറങ്ങേണ്ട സമയത്ത്, പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിപ്പോകരുത്. വളരെ ജാഗ്രതയോടെ ഇരിക്കണം. യേശുവിന്റെ വ്യാകുലമുമ്പോ യേശു വ്യാകുലപ്പെടുന്നുണ്ട്. അവിടെ യേശു വീണുന്നുണ്ട്. ഈ കാഴ്ച കാണുന്നില്ലയോ? ആമേൻ. നിന്റെ മുമ്പിൽ യേശു വീഴുന്നില്ലയോ? ആമേൻ. നീ വീണേണ്ട സ്ഥാനത്താ യേശു വീണത്. മനസ്സിൽ ആത്മഭാരം വേണം. യേശു വീണത്, കമണ് വീണത് എവിടെയാ? നീ കമണ് വീണേണ്ട സ്ഥാനത്താ നിനക്ക് വേണ്ടി യേശു കമണ് വീണത്. ആമേ. ഈ കഷ്ടത ഒന്ന് ജയിക്കുവാൻ ഒന്ന് പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന ആവശ്യമാണ്. വിലയേറിയ പ്രാർത്ഥന. ആമേ. ഹല്ലേലൂയ. വളരെ 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 ആമേ. അത്രത്തോളം പ്രാർത്ഥന ആത്മഭാരത്തെ തട്ടി ഉണർത്തുകയാണ്. എന്നാൽ യേശു ആമേ മുമ്പോട്ട് നിലത്തു കമണ് വീണു. കഴിയുമെങ്കിൽ ഈ നാഴിക നീങ്ങിപ്പോണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പാ പിതാവേ, നിനക്കെല്ലാം കഴിയും. ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നല്ല, നീ ഇച്ഛിക്കുന്നെന്ന് ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്നു, ശിഷ്യന്മാരടുത്ത് വന്നു. ഉറങ്ങുന്നത് കണ്ടിട്ട് ഉറങ്ങുന്ന പത്രോസിനോട് ശീമോനെ, നീ ഉറങ്ങുന്ന ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? ഒരു നാഴിക ശിമോനെ, നിനക്ക് ഒരു നാഴിക നിന്റെ ഗുരുവിന് വരാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് ആത്മഭാരം വേണം. സഭയ്ക്കുള്ള ആത്മഭാരം ആർക്ക് വേണം? ദൈവ മക്കൾക്ക് വേണം. നിങ്ങളെ കുടുംബത്തിൽ വിവാഹം നടക്കാൻ പോകണമെങ്കിൽ ആത്മഭാരം കുടുംബത്തിലുള്ളവർക്ക് വേണം. എല്ലാം നടത്തി തരുന്നല്ല, ഉണർന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. നാളെ ഒരു ടെസ്റ്റിനാണ് ഞാൻ പോകുന്നത്. ഉണർന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും മുമ്പേ, ഒരു കാര്യം ചെയ്യും മുമ്പേ അഡ്വാൻസ് ആയിട്ട് ഉണർന്ന് പ്രാർത്ഥിക്കണമെന്ന് തിരുവചനം വിളിച്ചു പറയുന്നുണ്ട്. നടക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് ഉണർന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ യേശുവിനെ കണ്ടിട്ട് പത്രോസിനോട്, ശീമോനെ, നീ ഉണർന്ന് ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിന് പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങിപ്പോയാൽ പരീക്ഷയിൽ അകപ്പെടും. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങിപ്പോയാൽ പരീക്ഷയിൽ അകപ്പെടും. മനസ്സിലാക്കിയ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ശിമോനെ, നീ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർന്ന് പ്രാർത്ഥിച്ചില്ല എങ്കിൽ പരീക്ഷയിൽ അകപ്പെടും. പിറ്റേന്ന് പത്രോസിന് ഒരു പരീക്ഷ ഉണ്ട്. യേശുവിന് മാത്രമല്ല, നിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യും. നീ എൻ്റെ കൂടെ നിൽക്കുന്നവനാ, നിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യും. അല്ല, നീ ഉള്ളിൽ കിടക്കുന്ന കാര്യം ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാ പത്രോസ് താഴോട്ടം അറിയാം. പത്രോസ് ഇടറുന്നത്, പത്രോസ് പപ്പ അടിക്കുന്നത് ഉറങ്ങിപ്പോയത് കൊണ്ടാ. കാരണം അകത്തുനിന്നുള്ള ആത്മഭാരത്തെ നഷ്ടപ്പെട്ടു പോയി.
പക്ഷേ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും പ്രാർത്ഥിക്കേണ്ട സമയത്ത്, എന്നാൽ അർദ്ധരാത്രിയാണ്, ഉറങ്ങേണ്ട സമയമാണ്, എന്നാൽ തിരിച്ചാണ്. പക്ഷേ അവിടെ നമ്മൾ ഉറക്കത്തെ അതിജീവിക്കണം. ഉറക്കത്തെ അതിജീവിക്കണം. ചില പറഞ്ഞു, നിങ്ങൾ എന്തിനാ അർദ്ധരാത്രിയാണ് നിലവിളിക്കണത്? ഇവിടെ പിറ്റുന്നൊരു പ്രശ്നമുണ്ട്. ഞങ്ങളൊരു പരീക്ഷയിൽ അകപ്പെടാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്കൊരു പിറ്റുന്നൊരു കേസ് ഡീലിംഗ് ഉണ്ട്. ഞങ്ങൾ പിറ്റേന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുന്ന തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, നാളെ നിങ്ങൾക്ക് പ്രഭാതം അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് അർദ്ധരാത്രിയുടെ ഒരു പ്രാർത്ഥന നിങ്ങൾ ചെയ്തിരിക്കണം. പ്രഭാതം നിനക്കൊരു അനുഗ്രഹമാകണമെങ്കിൽ അർദ്ധരാത്രി എഴുന്നേറ്റ് 1 മണിക്കൂറെങ്കിലും പ്രേയർ ചെയ്യണം. ഇത് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. ആത്മാവ് ഒരുക്കമുള്ളടുത്ത്, വചനം പറയുന്ന ആത്മാവ് ഒരുക്കമുള്ളടുത്ത് ജഡമോ ബലഹീനത്രേ. ആത്മാവ് ഒരുക്കമുണ്ടെങ്കിലും ജഡം ബലഹീനനാണ് എന്ന് പറഞ്ഞു. അവൻ പിന്നെയും പോയി വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. യേശു അവിടെ അവർ വിട്ടിട്ട് ശീമോൻ പത്രോസിനെ തട്ടി ഉണർത്തിയിട്ട്, നീ പരീക്ഷ കാപ്പാടാകണം, നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞു ജഡം ബലഹീനനാണ്. എന്നാലും പറഞ്ഞു ജഡം ബലഹീനനാണ്. നിങ്ങളെ കുറ്റം പറയണില്ല, യാത്രയൊക്കെ ചെയ്ത് വന്നേലേ, ക്ഷീണങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചേലേ, ക്ഷീണങ്ങൾ കാണും. എന്നാലും ജഡത്തിൻ്റെ ബലഹീന പറഞ്ഞിട്ട് തീർന്നു പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് തട്ടി ഉണർത്തിയിട്ട് യേശു വീണ്ടും ആദ്യത്തെ പ്രാവശ്യം വീണ്ടും യേശു മുമ്പോട്ട് പ്രാർത്ഥിക്കാൻ പോയി. പിന്നെയും പോയി വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. മടങ്ങി വന്നവർ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയുണ്ട്, അവർ ഉറങ്ങുന്നു. വീണ്ടും തട്ടി ഉണർത്തിയിട്ടും വീണ്ടും ഉറക്കം തന്നെ. മാന്യമായിട്ട് ആദ്യം തട്ടി ഉണർത്തി, വചനമൊക്കെ പറഞ്ഞു ഉണർത്തി. ഉറങ്ങരുത്, പരീക്ഷയിൽ അകപ്പെടും, ജഡം ബലഹീനൊക്കെ ശരി തന്നെയാണ്, എന്നാൽ നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് വീണ്ടും പോയി പ്രാർത്ഥിച്ചു. വചനം പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിച്ചു. മടങ്ങി വന്നപ്പോൾ കണ്ണുകൾക്ക് ഭാരമേറിയവർ അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. രണ്ടാമത്തെ വരവിൽ കണ്ണുകൾ ഇങ്ങനെ മടങ്ങി നിന്റെ ഭാരമേറിയത് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം മാത്രമല്ല കാണുന്നത്, ഇപ്പോഴും കണ്ണിൻ്റെ ഭാരം കൂടെ ദൈവം കാണുന്നുണ്ട്. ഇപ്പൊ ഹൃദയത്തിൻ്റെ കർത്താവേ, നീ എൻ്റെ ഭാരം അറിയുന്നില്ലയോ? കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം മാത്രമല്ല അറിയുന്നത്, കണ്ണിൻ്റെ ഭാരം കൂടെ അറിയുന്നുണ്ട്. പ്രൈസ് ദി ഹല്ലേലൂയ. ഇവിടെ തിരുവചനം പറയുന്നു, കണ്ണിന് ഭാരമേറിയത് കണ്ടു. നിന്റെ ഉറക്കത്തെ കണ്ണിന് ഭാരമേറുണ്ടോ? ആമേ. മനുഷ്യൻ ബലഹീനാണെങ്കിലും കണ്ണിന് ഭാരമേറിയത് കണ്ടു. അവനോട് ഉത്തരം പറഞ്ഞു. എന്നാൽ ഇത് ഭാരമേറി ഉറങ്ങുന്ന കണ്ടിട്ട് അവൻ വീണ്ടും പറഞ്ഞു, ഉത്തരം പറയണമെന്ന് അറിഞ്ഞില്ല. ഒന്നൊരു ശിഷ്യന്മാർക്ക് ഒന്നും പറയണമെന്ന് അറിഞ്ഞുകൂടാ. അവൻ മൂന്നാമതും അവനോട് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ടും മൂന്നാമത്തെ പ്രാവശ്യം യേശു വന്നു. 1 പറഞ്ഞു, 2 പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം അവരോട് പറഞ്ഞു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, മതി, നാഴിക വന്നു. ഇതാ മനുഷ്യപുത്രൻ പാവിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നു, എഴുന്നേൽപ്പിനാ പോകാം, മതി, ഇനി നിങ്ങൾ ഉറങ്ങിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുക. കർത്താവ് ആരെ കയ്യിൽ ഏൽപ്പിക്കും? മനുഷ്യപുത്രൻ പാവിയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽപ്പിനാ പോകാം. നീ ഉറങ്ങി ആത്മീയയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആമേ പാവിയുടെ കയ്യിൽ അകപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉണർന്ന് പ്രാർത്ഥിക്കാതിരുന്നാൽ ആരുടെ കയ്യിൽ അകപ്പെടും? പാവിയുടെ കയ്യിൽ അകപ്പെടും. അപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ യാത്ര ചെയ്യാവൂ. അല്ലെങ്കിൽ എവിടെ ചെന്ന് കുടുങ്ങും? എവിടെയെങ്കിലും കൊണ്ടുവച്ച് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഏത് കാര്യത്തിനും ഒരുക്കമുണ്ടായിരിക്കണം. ഒരു അഡ്വാൻസായിട്ട് വരാൻ പോകുന്ന പീഡനത്തെക്കുറിച്ച്, വരാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് യേശു അഡ്വാൻസായിട്ട് ഒരുങ്ങി. നിങ്ങളുടെ ശിഷ്യന്മാരുടെ പ്രാർത്ഥന ആവശ്യമാണ്. യേശുവിന് നിങ്ങൾ അല്പം കുറേ നേരമെങ്കിലും, നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ദൈവം തരുന്ന ടൈമിൽ ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. നമ്മളെ കൂടെ ആഗ്രഹിക്കും, ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കണം. ദൈവം ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ആഗ്രഹിച്ചെന്താണ്? നിന്റെ പ്രാർത്ഥന എനിക്ക് ഉണർന്ന് പ്രാർത്ഥിക്കണം. ദൈവം ആഗ്രഹിച്ച പോലെ പ്രാർത്ഥിച്ചോ? ഇല്ല. ദൈവം ആഗ്രഹിച്ചതുപോലെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഈ മറ്റുള്ള ശിഷ്യന്മാരെ മാറ്റിയിട്ട് ഈ 3 പേരെ മാറ്റി നിർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ നല്ല പ്രാർത്ഥിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവം ആഗ്രഹിക്കും പോലെ നടന്നില്ല. പക്ഷെ ദൈവത്തിന് അറിയാം, ഇവർ വീഴുമെന്ന് എനിക്കറിയാം, ഉറങ്ങിപ്പോകുമെന്നും അറിയാം. എന്നാലും ദൈവം ആഗ്രഹിച്ചു, നീ ഉണരണം. പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത്
എവിടെയും പരാജയപ്പെടുന്നത് മനസ്സിലാക്കണം. പ്രാർത്ഥന കുറയുമ്പോൾ പരാജയപ്പെടും കുഞ്ഞെ. എവിടെയും തകരുന്നത് പ്രാർത്ഥന കുറയുമ്പോഴാണ്. നിസ്സാരമായിട്ട് ഒരു കാര്യം കാണലെന്ന് വിളിച്ചു പറയുന്നുണ്ട്. നിന്റെ ആത്മീയ ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയം വരണമെങ്കിൽ പ്രാർത്ഥന കുറയുന്നത്, പ്രാർത്ഥന കുറയുന്നത് ഇടയനെ വെട്ടും. പ്രാർത്ഥന കുറഞ്ഞാൽ അതിൻ്റെ ഇടയനെ വെട്ടും. സഭയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ കുടുംബത്തിന് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കണം. ആദ്യം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹാലിൽ കരയുന്ന കുടുംബത്തിനകത്ത് ഒരു അമ്മയുണ്ടെങ്കിൽ അവരെ തലമുറകളിൽ നിന്ന് ഇന്നല്ല മറ്റൊരു നിലവാരത്തിലേക്ക് ദൈവം കയറും. നിങ്ങൾ കരയുന്ന ഒരു കുടുംബത്തിനകത്ത്, ഒരു കരയുന്ന കുടുംബത്തിന് അമ്മയോ ഒരു പപ്പയോ അമ്മയോ ഒരു അപ്പനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളെ ദൈവം ഉന്നതങ്ങളിൽ എത്തിക്കുമെന്ന് വിളിച്ചു പറയുകയാണ്. അവർ സാധാരണ നിലവാരത്തിലല്ല. ഇന്ന് ആ ശീലത്തിലേക്ക് കടന്നു വരണം. എനിക്ക് ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ നിങ്ങളുടെ ജീവിതങ്ങൾ മാറാൻ പോകണം. സഹോദര, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ഉണർന്ന് രാത്രിയുടെ യാമങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ യേശു നിങ്ങളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. കാര്യം എന്താണ്? നാളത്തെ പരീക്ഷ, വരുന്ന പരീക്ഷ ജയിക്കണമെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. തിരുവചനം വിളിച്ചു പറയുന്നു, ഉണർന്ന് പ്രാർത്ഥിച്ചില്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടും. പരീക്ഷയിൽ അകപ്പെടും. ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ചില കെണികളിൽ കുടികളിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന എന്നത് ഒരു ആയുധമാണ്. പ്രാർത്ഥന എന്നൊരു ആയുധമാണ്. ഹല്ലേലൂയ. എന്നാൽ യേശു വളരെ സ്നേഹിച്ച, പ്രത്യേകിച്ച് വേദനിച്ച 3 പേരിൽ നിന്ന് അവർ ഉറക്കം വന്ന് വീണു. ഉറക്കം അവസാനം ജീവിതങ്ങൾ പരാജയപ്പെടുക. പത്രോസിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം കടന്നു വരുവാനിട വന്നു. താഴോട്ട് വായിക്കുമ്പോൾ ഏറ്റവും ഒരു പരാജയം പത്രോസിന്റെ മേൽ കടന്നു വന്നു. നോക്കിക്കോളണം, കണ്ണുകൾക്ക് ഭാരമേറെ കൊണ്ട് ഇനി ഉറങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞു. എന്ന് ഉത്തരം പറഞ്ഞിട്ട് അവൻ പിന്നെയും പോയി വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. മടങ്ങി വന്ന് കണ്ണുകൾക്ക് ഭാരമേറെ അവൻ ഉറങ്ങുന്നത് കണ്ടിട്ട് അവരോട് എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവർ മൂന്നാമത് വന്നു, നീ ഉറങ്ങുന്നത് എന്ത്, ആശ്വസിച്ചു കൊള്ളുക, മതി, നാഴിക വന്നു, ഇതാ മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്ന, എഴുന്നേൽപ്പിൻ എന്ന് നാം പോകാം എന്ന് പറഞ്ഞു. കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തു വന്നിരിക്കുന്നു. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്ത് വന്നിരിക്കുന്നു. ഉടനെ 43-ാമത്തെ വാക്യത്തിൽ ഉടനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പന്തിരുവനിൽ ഒരുത്തനായ യൂദ അവനോടുകൂടെ മഹാപുരുഷന്മാരുടെ ശാസ്ത്രിമാരുടെ മൂപ്പന്മാരുടെ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുവാൻ വന്നു. എന്നാൽ അവനെ ചുംബിക്കുകയും അവൻ തന്നെ ആകുന്നു പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകില്ലെന്ന് അവർ പറഞ്ഞു. അവർക്കൊരു അടയാളം കൊടുത്തു. എന്നുവെച്ചാൽ യൂദ വന്നു, കൂട്ടത്തിൽ വന്നു, ഓടി വന്നു. ആരെയാണോ ചുംബിക്കുന്നത് അവൻ തന്നെയാണ് യേശു, അവൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു. യേശുവിനെ ഒരു ചുംബനം കൊണ്ട് ചുംബിക്കുകയും തന്നെ ആകുന്നു എന്ന് പറഞ്ഞ് പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുകയെന്ന് അവർക്ക് ഒരടയാളം കൊടുത്തു. അവൻ വന്ന് ഉടനെ അടുത്ത് വന്ന് ചൊല്ലി, റബി റബി എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. അവർ അവൻ്റെ മേൽ കൈവച്ചു, അവനെ പിടിച്ചു. ഒരു ചുംബിക്കുക. ഹല്ലേലൂയ. യേശുവിനെ ആമേ ഹാലിലെ പണം വാങ്ങിക്കൊണ്ട്, പണം ചുമ്മല്ല, പണം വാങ്ങി യേശുവിനെ കാണിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഇത് അഡ്വാൻസ് അറിവനോ, എൻ്റെ കൂട്ടത്തിരിക്കുന്നവൻ ഒരുവൻ എന്നെ ഒറ്റി കൊടുക്കും. ഇത് ചെയ്യും മുമ്പേ കർത്താവ് വിളിച്ചു പറഞ്ഞു. പലരും ചോദിച്ചു, ഞാനോ? പലരും സംശയമായിരുന്നു. കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നെ ഒറ്റി കൊടുക്കും, എന്നെ കാണിച്ചു കൊടുക്കും. ഒരു ചുംബനത്തിൻ്റെ മേൽ ചുംബിച്ചു, അവൻ്റെ മേൽ കൈവച്ച് പിടിച്ചു. അവരെ അരികിൽ നിൽക്കുന്ന ഒരുവൻ വാളെടുത്ത് വാൾ ഊരി മഹാപുരുഷന്റെ ദാസനെ വെട്ടി കാതർത്തു. യേശു അവനോട്, ഒരു കള്ളന്റെ നേരെ വന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നു. ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടുവന്നു, നിങ്ങളുടെ കൂടെ ഇരുന്നു, നിങ്ങൾ എന്നെ പിടിച്ചില്ല. എങ്കിലും തിരുവെഴുത്തുകൾക്ക് നിവൃത്തിയാകുന്നല്ലോ ഇങ്ങനെ സംഭവിക്കുന്നെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ടോടി. നോക്കിക്കോളണം, യേശുവിനെ പിടിച്ച സമയത്ത് ശിഷ്യന്മാർ എല്ലാവരും വിട്ടുപോടി. പത്രോസ് എല്ലാവരും, ഈ കൂടെ നിൽക്കാന്ന് പറഞ്ഞ എല്ലാവരും ഓടി. അതാണ് യേശു പറഞ്ഞത്, ഇടയനെ പിടിക്കും, ഇടയനെ വെട്ടും, ആടുകൾ ഓടും. നിങ്ങൾ ഓടും മുമ്പേ യേശു പറഞ്ഞു ഓടും. ഞാനോ എന്ന് പറഞ്ഞവൻ നീ തന്നെ പലരും പറഞ്ഞു. അപ്പോൾ ഇടയനെ വെട്ടിക്കഴിഞ്ഞാൽ ആടുകൾ ചിതറി ഓടും. ശിഷ്യന്മാർ പറഞ്ഞു 50-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാര് എല്ലാവരും അവനെ വിട്ടു ഓടിപ്പോയി. പക്ഷെ ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിൻ്റെ മേൽ പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു, അവന് പുതപ്പ് വിട്ടു, പുതപ്പിന് അവനെ പിടിച്ചു. ഒരു ശിഷ്യനാണ്, ഒരു ബാല്യക്കാരൻ
ഒരു പുതപ്പുമായി രഹസ്യത്തിൽ യേശുവിൻ്റെ ബാക്കിലോട്ട് പോയി. ഈ പട്ടണ ബാക്കിൽ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് പോയി. പക്ഷെ അവൻ്റെ പുതപ്പ് പിടിച്ചപ്പോൾ അവൻ്റെ തുണിയോടെ പോയി. അവൻ നഗ്നനായി തുണിയില്ലാതെ ഓടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്ത് വയ്യപ്പോൾ അവൻ്റെ പുതപ്പിനെ പിടിച്ചു, തുണി കുടഞ്ഞ് പിടിച്ചു. അവൻ നഗ്നനായി തുണിയില്ലാതെ ഓടിക്കളഞ്ഞു. അവിടെയും ഒരാൾ പോലും നിന്നില്ല. എന്നാൽ 53-ാമത്തെ വാക്യത്തിൽ അവർ യേശുവിനെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാവരും വന്നു കൂടിയിരുന്ന് പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്ക് എത്തോളം അവനെ ദൂരത്തെ അനുഗമിച്ചു. അടുത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്ന വായിച്ചോ അതിൻ്റെ 54-ാമത്തെ വാക്യം. നിങ്ങൾ ഇത്രയും വായിച്ചാൽ ആ പത്രോസിൻ്റെ തള്ളിപ്പറയുന്ന കാര്യം എടുക്കാൻ വേണ്ടിയാ. പത്രോസ് എവിടെ വെച്ച് തള്ളി പറയുന്നു, യേശുവിനെ എവിടെയാണ് തള്ളി പറയുന്നതെന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ എടുക്കാനാണ് ഞാൻ വായിച്ചു വരുന്നത്. 54 വായിച്ചോട്ടെ. പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു. ദൂരോളം പത്രോസ് അങ്ങനെ ദൂരെ അനുഗമിച്ചു. ദൂരെ നിന്നുകൊണ്ട്, അടുത്തൊന്നല്ല, ദൂരെ നിന്ന് അനുഗമിച്ചു. ഭൃത്യന്മാരോട് ചേർന്നു തീ കാഞ്ഞുകൊണ്ടിരുന്നു. അവര് അവിടുത്തെ ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞ തണുപ്പായിരുന്നു, നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അപ്പൊ തീ കാഞ്ഞുകൊണ്ടിരുന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു. യേശുവിനെ കൊല്ലേണ്ടതിന് ന്യായസംഘം ഒരു സാക്ഷി വേണം. എവിടെയും സാക്ഷി വേണം. യേശുവിനെ കൊല്ലണമെങ്കിൽ സാക്ഷി നിരത്തിയാൽ മാത്രമേ ആ സാക്ഷിക്ക് വേണ്ടി അന്വേഷണം നടന്നു. കണ്ടില്ല താനും അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടു. നോക്കിക്കോളാം, യേശുവിന് മുമ്പ് അനേക കള്ളസാക്ഷികൾ പറഞ്ഞു, ഒന്നും ഒത്തു വന്നില്ല. കള്ളസാക്ഷികൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഹല്ലേലൂയ. എവിടെയും കള്ളസാക്ഷികൾ. എങ്ങനെയെങ്കിലും യേശുവിനെ ക്രൂശിനെ കൊല്ലണം. അന്നത്തെ പദ്ധതി യേശുവിനെ കൊല്ലണം. അതിനുവേണ്ടി അവർ സാക്ഷികൾ പലതും പറഞ്ഞിട്ട് ഒന്നും ഒത്തു വന്നില്ല. ചിലർ എഴുന്നേറ്റു അവന്റെ നേരെ ഞാൻ കൈപ്പണിയായി ഈ മന്ദിരം പൊളിച്ചു 3 ദിവസം കൊണ്ട് കൈപ്പണിയില്ലാത്ത മറ്റൊരു പണിയും എന്ന് ഇവൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. ചിലവരൊക്കെ ആലയത്തെ കുറിച്ചാണ് പറഞ്ഞത്. കൈപ്പണിയായിരിക്കുന്ന ഈ മന്ദിരം പൊളിച്ചു, 3 ദിവസം കൊണ്ട് കൈപ്പണിയില്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവർ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞു. 53-ാമത്തെ വാക്യത്തിൽ എന്നിട്ടും അവന്റെ സാക്ഷ്യം സാക്ഷി ഒന്നും ഒത്തു വന്നില്ല. മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷി പറയുന്നത് എന്തെന്ന് ചോദിച്ചു. അവനെ മിണ്ടാതെ ചില കാര്യങ്ങൾ യേശു മിണ്ടാതിരിക്കും. നിങ്ങളെ ചില വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാത്ത കാര്യം, ചില സാക്ഷ്യങ്ങൾ ഒത്തുവരാത്തത് കൊണ്ട് യേശുവിനെ പല കള്ളസാക്ഷ്യം പറഞ്ഞിട്ട് പോലും യേശു മിണ്ടിയില്ല. ചില വിഷയങ്ങൾക്ക് മൗനമായിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ കർത്താവ് വാ തുറക്കേണ്ട സമയത്ത് മാത്രമേ വാ തുറക്കത്തുള്ളൂ. എല്ലാവരും പറയുന്ന സമയത്തും, എല്ലാവരും കള്ളസാക്ഷി പറഞ്ഞ സമയത്തും ഇല്ല 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 എന്നുള്ള ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എൻ്റെ കർത്താവ് പ്രതികരിക്കേണ്ട സമയത്ത് മാത്രമേ പ്രതികരിക്കൂ. കുഞ്ഞ്, അതുവരെ മൗനമായിരിക്കും. നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവം പ്രതികരിച്ചിരിക്കും. പല കള്ളസാക്ഷ്യങ്ങളും നല്ലപോലെ വാ തുറക്കുവാൻ, യേശുവിൻ്റെ വാ തുറക്കുവാൻ പല സാക്ഷ്യങ്ങളും കള്ളസാക്ഷ്യങ്ങളും നിരത്തി വെച്ചു. പക്ഷെ എൻ്റെ കർത്താവ് മിണ്ടിയില്ല. ഒരു വാ പോലും തുറക്കാതെ മിണ്ടാതിരുന്നു. വായിച്ചു. ഉത്തരം പറയാതെ ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചു. ഞാനാകുന്നു. യഥാർത്ഥ ചോദ്യം ചോദിച്ചപ്പോ, നേരത്തെ വരെ യഥാർത്ഥ ചോദ്യങ്ങളല്ല ചോദിച്ചത്. യഥാർത്ഥ ചോദ്യം ചോദിച്ചപ്പോ യഥാർത്ഥ ഉത്തരം ദൈവം പറയും. ചില കാര്യങ്ങൾ അങ്ങനെയാ. ചിലതൊന്നും ന്യായമാറ്റല്ല. ചില ന്യായമാറ്റൊരു ചോദ്യം ചോദിച്ചാൽ ന്യായമായി ദൈവം ഒരു അത്ഭുതം ചെയ്യും. ന്യായമാറ്റൊരു ചോദ്യം ചോദിക്കുന്നു, നീ യഥാർത്ഥമായി ദൈവത്തിന്റെ പുത്രനാന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥമായി വാ തുറക്കുന്നു. ദൈവം വാ തുറക്കുകയാണ്. എന്താ പറഞ്ഞത്? വായിച്ചോ. ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി. ഇത് പറഞ്ഞപ്പോൾ
ഇത് ദൈവമാണെന്നും കർത്താവ് എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നത് ദൈവമാണെന്നുള്ള ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ പേര് എടുത്ത് ഇത് ദൈവമാണെന്ന് യേശു പറഞ്ഞപ്പോൾ തന്നെ മഹാപുരുഷൻ എന്ത് ചെയ്തു? വസ്ത്രം കീറി. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? ദൈവദൂഷണം എന്ന് വെച്ചാൽ ദൈവത്തെ ദൈവമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ദൈവമാണ് നിന്റെ അടുത്ത് നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റും. പലവർക്കും ദൈവവചനം പറയുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് ദൈവത്തിന്റെ സത്യവചനമാണ് പറയുന്നത്, മനസ്സിലാക്കാൻ പറ്റിയില്ല. നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് ദൈവമാണ്, ഇത് ദൈവമാണ് സംസാരിക്കണമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ദൈവദൂഷണമാണ് സംസാരിച്ചത് കേട്ടിട്ട് അവൻ വസ്ത്രത്തെ കീറി. നിങ്ങൾ ഇനി ആ വസ്ത്രം കീറി. ഇനി സാക്ഷികളും നമുക്കിനി ആവശ്യമില്ല. ദൈവദൂഷണം ഞങ്ങൾ കേട്ടല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അവൻ മരണയോഗ്യൻ മരണയോഗ്യനെന്ന് എല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പുകയും അവന്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്ക എന്ന് അവനോട് പറയുകയും ചെയ്തു. തുടങ്ങി ചേവർ അവനെ അടിച്ചു കയ്യേറ്റു. യേശു സമർപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണ്ടി ചിലത് വേദന കൊള്ളുവാൻ, ചിലത് സഹിക്കുവാൻ വേണ്ടി ചില തുപ്പലുകൾ യേശുവിന്റെ മുഖത്ത് നോക്കി തുപ്പി. എന്തുകൊണ്ടാ? നമുക്ക് വേണ്ടി ചില തുപ്പലുകൾ യേശു ഏറ്റു. യേശു നമുക്ക് വേണ്ടി തുപ്പലുകൾ ഏറ്റു. യേശുവിന്റെ മുഖം മൂടി, അവന്റെ മുഖം മൂടി അവന് മുഷ്ടി കൊണ്ട് കുത്തുകയും പ്രവചിക്കാൻ അവനോട് പറയുകയും ചെയ്തു തുടങ്ങി. ചേർ അവനെ അടിച്ചു കയ്യേറ്റം ചെയ്തു. ഹല്ലേലൂയ. യേശു സമർപ്പിച്ചത് കൊടുത്തതുകൊണ്ടാണ്. യേശു തന്നെ താനാമ സമർപ്പിച്ചു കൊടുത്ത് ഇതെല്ലാം ചെയ്യണം, ഇതെല്ലാം ഏൽക്കണം, ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് തലേ രാത്രിയിൽ യേശു വ്യാകുലപ്പെട്ടു കരയുവാൻ തുടങ്ങി. അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷം. എന്നാൽ 66-ാമത്തെ വാക്യത്തിൽ പത്രോസ് താഴെ ഇത് പത്രോസ് താഴെ നടുമുറ്റത്തിരിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ബാല്യത്തെക്കാരത്തി ഒരുത്തി വന്നു. പത്രോസ് തീ കായുന്ന കണ്ട് അവനെ നോക്കിയിട്ട് നീയും നസറേനായ യേശുവിനോട് കൂടെ വായിച്ചോ ആയിരുന്നു എന്ന് പറഞ്ഞു. നീ പറയുന്നത് തിരിയുന്നില്ല, ബോധ്യമാകുന്നതുമില്ല എന്നിങ്ങനെ അവൻ തള്ളി പറഞ്ഞു. പടിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂകി. വായിക്കോളാം. ഞാൻ ഇതിനു വേണ്ടിയാണ് ഇത്രയും വായിച്ചു കൊണ്ടുവന്നത്. നിങ്ങൾ ഇത്രയും എടുക്കാൻ വേണ്ടിയാണ്. ഒരു തള്ളിപ്പറച്ചിൽ പത്രോസ് എവിടെ വെച്ചാണ് തള്ളി പറയുന്നത് അറിയാൻ വേണ്ടിയാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന സമയത്തും സാക്ഷികളെ ഒത്തുനോക്കിയിട്ടും അവിടെ ദൈവദൂഷണം, ദൈവമഹത്വം കൊടുത്തപ്പോൾ അവിടെ ദൈവദൂഷണം പറഞ്ഞു എന്ന് വസ്ത്രം വലിച്ചു കീറുകയും സ്വയം അന്നത്തെ മഹാപുരുഷൻ വസ്ത്രം കീറുകയും ചെയ്ത സമയത്ത് പത്രോസ് താഴെ നടുമുറ്റത്ത് ഇരിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ബാല്യക്കാര്യത്തികളിൽ ഒരുത്തി വന്ന് പത്രോസ് തീ കാഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവൻ തീ കാഞ്ഞുകൊണ്ട് തലയിൽ തുണി ഇട്ടുകൊണ്ട് തണുപ്പ് പത്രോസ് കിടാ വിറക്കുകയാണ്. നല്ല സുഖം. ചില അടുപ്പിൻ്റെ മൂട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ചില അടുപ്പിൻ്റെ മൂടുകൾ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ്. അരുമനാഥൻ അവിടെ വേദന കൊണ്ട് പിടയുകയാണ്. തുപ്പൽ നിനക്ക് വേണ്ടി തുപ്പൽ ഏൽക്കുന്നുണ്ട്. കർണങ്ങളിൽ ചില പ്രകരങ്ങൾ ഏൽക്കുന്നുണ്ട്. എന്നാൽ ചില സാക്ഷികളെ പിടിക്കാൻ വേണ്ടി തിരിച്ചു വന്ന ബാല്യക്കാരത്തി ഒരുത്തി വന്നപ്പോൾ പത്രോസ് നല്ല തീ കണ്ട് നല്ല സുഖമായിട്ടിരിക്കുമ്പോൾ നീയും ഒരു ചോദ്യം, നീ നസറനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത് തിരിയുന്നില്ല, ബോധ്യമാകുന്നില്ല. എനിക്ക് തിരിയാതെ എനിക്ക് ബോധ്യമാകാല് എന്നാശ് പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ല. എപ്പടി കൂടെ നടന്നിട്ടും കൂടെ ഇരുന്നിട്ടും കൂടെ നിന്ന് ഭക്ഷിച്ചിട്ട് പോലും അല്പം ഒന്ന് തണുപ്പ് സമയത്ത് ചൂട് കിട്ടിയപ്പോൾ ഈ പൗതിയത്തിൻ്റെ സുഖത്തിലോട്ട് അങ്ങ് പോയി. ഈ പൗതിയത്തിലൊരു തണുപ്പിൻ്റെ സമയത്തൊരു ചൂട് കിട്ടി. ഈ ലോകത്തിൻ്റെ തണുപ്പിലോട്ട് അങ്ങോട്ട് പത്രോസ് വീണു. പത്രോസ് വീണ സമയത്ത് യേശുവിനെ തള്ളിപ്പറയുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പൗതിയെ അനുഭവിച്ചപ്പോൾ എനിക്കൊന്നും തിരിയുന്നില്ല. നിനക്കെന്താ തിരിയാത്തത്? നീ യേശുവിനെ അറിഞ്ഞുകൂടെയോ? എനിക്ക് தெரியாது, എനിക്ക്
എനിക്ക് ബോധ്യമാവുന്ന ആര്? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ യേശുവിന്റെ കൂടെ നടന്നില്ലയോ? നിങ്ങൾ പറയുന്നത് എനിക്ക് தெரிയുന്നില്ല. ബുദ്ധിമണ്ഡലത്തിൽ പിശാച് കെട്ടുന്നുണ്ട്. ശത്രു കയറി നിന്റെ ബുദ്ധിമണ്ഡലം കെട്ടിയതിന്റെ ഉറക്കമാണ്. അർദ്ധരാത്രി പ്രാർത്ഥിക്കേണ്ട സമയത്ത് ആ സമയത്ത് ഉറങ്ങിപ്പോയത് കൊണ്ടാണ് നിനക്ക് தெரியாതെ പോയത്. അതാ പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് കൂടെ നിക്ക് തള്ളി പറയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ വീണത് കൊണ്ടാണ് നീ യേശുവിനെ തള്ളി പറഞ്ഞത്. നിനക്ക് മനസ്സിലാവുന്നില്ലയോ? നിന്റെ ഗുരുവിനെ നിനക്ക് മനസ്സിലാവുന്നില്ലയോ? നിന്റെ ഗുരുവിനെ നിനക്ക് മനസ്സിലാവുന്നില്ലയോ? പത്രോസേ, ശിമോനെ നിനക്ക് മനസ്സിലാവുന്നില്ലയോ? നിന്റെ അരുമനാഥൻ വേദനയാൽ മുഷ്ടിയാൽ തുപ്പലേറ്റ് നിൽക്കുന്ന സമയത്തും നീ പുറത്ത് നല്ല സുഖം കൊണ്ട് തണുപ്പ് സമയത്ത് കമ്പിളിയും മൂടി നല്ല ചൂട് കിട്ടിയ സമയത്ത് ഇനി മനസ്സിലായി ഇവിടത്തെ ചൂടൊക്കെ മതി. നിന്റെ യേശുവിനെ നിനക്ക് നീയും നസറനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിനക്കൊന്ന് ആത്മാർത്ഥമായി ഉണർന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ധൈര്യമായിട്ട് പറയായിരുന്നു, ഞാൻ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് തള്ളി പറയേണ്ട അനുഭവം വന്നത് പ്രാർത്ഥന വീണത് കൊണ്ടാ. നീ പ്രാർത്ഥന വീണത് കൊണ്ടാണ് നിനക്ക് യേശുവിനെ തള്ളി പറയേണ്ടി വന്നത്. അഡ്വാൻസ് ആയിട്ട് അറിയാം, നീ തള്ളി പറയും. ഈ ലോകത്തിന്റെ ഭൗതികതയിൽ പോകുമ്പോ നീ തള്ളി പറയുമെന്ന് യേശു പറഞ്ഞ സമയത്ത് ആരൊക്കെ ഓടിയാലും ഞാൻ ഓടത്തില്ല. ഈ പത്രോസ് തന്നെയാണ് യേശുവിനെ തള്ളി പറഞ്ഞത്. എന്നാൽ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, അവിടുത്തെ പറയാ, എനിക്കറിയത്തില്ല, ഇത് തിരിയുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, അവർ തിരിയുന്നില്ല, ബോധ്യമാകുന്നില്ല എന്നിങ്ങനെ അവൻ തള്ളി പറഞ്ഞു. പടിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂവി. ആ ബാല്യക്കാരത്തി അവനെ പിന്നെയും കണ്ടു. ആദ്യത്തെ തള്ളിപ്പറച്ചിൽ കോഴി കൂവി. 69 വാക്യത്തിൽ ബാല്യക്കാരത്തി അവനെ പിന്നെയും കണ്ടു. അവൻ സമീപത്ത് നിൽക്കുന്നവരോട്, ഇവൻ കൂട്ടത്തിലുള്ളവൻ തന്നെ എന്ന് പറഞ്ഞു. ബാല്യക്കാരി വിടുന്നില്ല, ബാല്യക്കാരി പിന്നാലെ ഉണ്ട്. ആമയോ ഡൗട്ട്. പിന്നെയും പത്രോസിനെ കണ്ടു, ഇവൻ ആ കൂട്ടത്തിലുള്ളവൻ തന്നെ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും തള്ളിപ്പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസിനോട്, നീ ഈ കൂട്ടത്തിലുള്ളവൻ സത്യം ഗലീലക്കാരനല്ലയോ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നതുമില്ല. അവൻ പ്രാകാൻ തുടങ്ങി, ആണയിടാൻ തുടങ്ങി. യേശുവിൻ്റെ കൂടെ നടന്ന് തിന്നിട്ട്, യേശുവിൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം പ്രാകാനും തുടങ്ങി, ശപിക്കാനും തുടങ്ങി, ആണയിടാനും തുടങ്ങി. ഹല്ലേലൂയ. എവിടെ ഈ അവസ്ഥയിലേക്ക് പോകുന്നത്? എൻ്റെ ദൈവം പറഞ്ഞില്ലയോ, നീ ഉണർന്നിരി. ഇപ്പം അറിയത്തുമില്ല, നീയും ഈ കൂട്ടത്തിൽ ഒല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യം ഗലീലക്കാരൻ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ പറയുന്ന മനുഷ്യൻ ഞാൻ അറിയുന്നില്ല എന്നവൻ പ്രാകുവാനും ആണയിടാനും തുടങ്ങി. ഹല്ലേലൂയ. ചിലവർ ആണയിടാനും പ്രാവാനും തുടങ്ങണേ മനസ്സിലാക്കണം. ഇത് അഡ്വാൻസ് ആയി തുടങ്ങും. ചിലർ പ്രാകാൻ തുടങ്ങും, ആണയിടാൻ തുടങ്ങും. പ്രാകാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ ആണയിടുന്നത് പ്രാകുന്നതൊക്കെ അറിയാം, നീ അഡ്വാൻസ് ആയിട്ട് ഇത് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ചിലർ പ്രാകാനും ആണയിടാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം, പ്രാർത്ഥനയിൽ വീണുപോയി കഴിഞ്ഞാൽ, പ്രാർത്ഥനയെ തകർന്നു പോയി കഴിഞ്ഞാൽ ആണയിട്ട് എനിക്ക് അറിയത്തില്ല അവൻ പ്രാകാൻ തുടങ്ങി, ശപിക്കാൻ തുടങ്ങി. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ദഹിക്കില്ല. കാര്യമാണ്, നിങ്ങളെല്ലാം പത്രോസിന്റെ പക്ഷക്കാരല്ലേ? നിങ്ങളൊക്കെ പത്രോസിന്റെ പക്ഷത്തിൽ ഉറങ്ങുന്നവരല്ലേ? പക്ഷെ ഉറങ്ങാത്തവർ പറയും ശരിയാണ്, പത്രോസിന്റെ പക്ഷക്കാരെന്നൊക്കെ പറയും. ഇപ്പൊ കൈയടിക്കാൻ തോന്നൂല. കാര്യം തരുമോ, നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് യേശു പറഞ്ഞു. അതുകൊണ്ട് ആത്മഭാരം കിട്ടാത്ത കാര്യം തന്നറിയുമോ, നിങ്ങൾ ഇത് തള്ളി പറയും എന്ന് പറഞ്ഞ സമയത്ത് മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു പ്രാകുവാനും യേശുവിനെ പ്രാകാനും ആണയിടാനും തുടങ്ങി. നിന്റെ നാഥന് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്തെ വേണ്ടി തിരിച്ച് പ്രാകുവാനും ആണയിടുവാൻ തുടങ്ങി. അപ്പോൾ ഉടനെ കോഴി രണ്ടാമത് കൂവി. കോഴി 2 വട്ടം കൂവുമേ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് യേശു പറഞ്ഞു. ഈ വാക്ക് പത്രോസ് ഓർത്ത് കരഞ്ഞു വിചാരിച്ചു. യേശു 2 വട്ടം കോഴി കൂവിയപ്പോൾ 3 വട്ടം യേശുവിനെ തള്ളി പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു.
അതിനെക്കുറിച്ച് വിചാരിച്ചു കരഞ്ഞു. ഇതാ പത്രോസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, കരയുവാനൊരു ക്വാളിറ്റി ഉണ്ട്. തെറ്റുകൾ വന്ന സമയത്ത് ദൈവ പൈതലേ, യേശു പറഞ്ഞതിനെ കുറിച്ച് ബോധ്യം അപ്പോഴാ വന്നത്. 2 വട്ടം പറയുന്നുമ്പോ നീ 3 വട്ടം തള്ളി പറയുമെന്ന് പറഞ്ഞപ്പോ അതുവരെ ബോധമില്ലായിരുന്നു, ബോധം നഷ്ടപ്പെട്ടു. പക്ഷേ ഈ കോഴി കൂവി 2 വട്ടം കോഴിപ്പോ 3 വട്ടം തള്ളി പറയുന്ന പറഞ്ഞപ്പോ അവര് ബോധ്യം വന്നു. ബോധ്യം വന്നപ്പോ കരയാൻ തുടങ്ങി. പത്രോസിന് കരയാൻ തുടങ്ങി. പത്രോസ് നിലവിളിക്കാൻ തുടങ്ങി, എന്റെ യേശുവേ. തെറ്റ് തിരുത്തുവാൻ, തെറ്റുകളെ തിരുത്തുവാൻ, കുറ്റങ്ങളെ തേറ്റുവാൻ. ഇന്ന് നിങ്ങളെ കുറ്റങ്ങളെ ഏറ്റു പറയാമോ? കർത്താവേ, ഞാൻ നിനക്കെതിരെ സംസാരിച്ചു, ഞാൻ നിനക്കെതിരെ നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. നീ യേശുവിനെ അറിഞ്ഞ അനുഗ്രഹം പ്രാപിച്ചിട്ട് അറിഞ്ഞൂടാന്ന് പറയരുത്. ഒരു നന്മ കിട്ടിയിട്ട് കുറച്ച് ദിവസം പറയും, ഇതെവിടെ നിന്ന് കിട്ടി, ഇവിടെ നിന്നല്ല അപ്പുറത്ത് കിട്ടിയത് പറയരുത്. തിരിച്ചു പറയുന്ന അനുഭവത്തിലേക്ക്, ആണയുടെ അനുഭവത്തിലേക്ക്, സത്യം മാറ്റിമറിക്കുന്ന രീതിയിൽ പോകുമ്പോ അത് നിങ്ങൾക്ക് ബോധ്യമില്ലായിരുന്നു. ബോധമില്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഴ്ച വന്നാൽ തെറ്റുകളെ തിരുത്തണം. പത്രോസ് കരയുവാൻ തുടങ്ങി. പത്രോസിന് ആത്മഭാരം ഉണ്ടായിരുന്നത്, ഒരു മനസ്സലിവ് ഉണ്ടായിരുന്നു. പത്രോസിന്റെ ഹൃദയത്തിനകത്ത് എന്തുണ്ടായിരുന്നു? ഒരു മനസ്സലിവ് ഉണ്ടായിരുന്നു. തെറ്റുകൾ വന്ന് തിരുത്തുവാനുള്ള കൃപ വന്നു. അവ കരയുവാൻ തുടങ്ങി. ഇവിടെ കരയുവാൻ തുടങ്ങിയപ്പോഴാ അവർ മനസ്സലിവ് വന്നു. നമ്മൾ ഇന്ന് ദൈവമക്കളെ, നിങ്ങൾ കരയണം. തെറ്റുകൾ വന്നാൽ കരയണം. നിങ്ങൾ തെറ്റുകൾ ഏറ്റു പറയണം. ദൈവസേനകൾ മാനസാന്തരപ്പെടണം. ദൈവസേനയിൽ തെറ്റുകൾ വരുമ്പോൾ തെറ്റിനെ മറച്ചു വെച്ചും കൊണ്ട് അതിന് ശരിയാണെന്ന് പറയരുത്. അരുമനാഥനെ ഒറ്റ കൊടുക്കേണ്ടി വന്നാലും, തള്ളി പറഞ്ഞൊരു അവസ്ഥ വന്നാലും, പക്ഷെ അവിടെ ശത്രു കയറുക, നീ പറയണമെന്നും നീ ഉറങ്ങണമെന്നും ദൈവത്തിന്റെ പ്രമാണത്തിൽ ഉള്ളത് കൊണ്ട്, അത് അവിടെ ഒരു ഭാഗമായി തീർന്നത് കൊണ്ട് നീ പശ്ചാത്തപിച്ചു. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതം എപ്പോൾ അനുദപിക്കുന്ന ഹൃദയമായിരുന്നു. പത്രോസിന്റെ ഹൃദയം നിഷ്കളങ്ക ഹൃദയമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസിനെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ കൊണ്ടുവന്നത്, പത്രോസിനെ കൂടെ കൂട്ടിയത്. ഹല്ലേലൂയ. കൂടെ വന്ന് തെറ്റുകൾ വന്നാലും തിരുത്താളൊരു കൃപ ഉണ്ടായിരുന്നു. കൂടെ നിന്നിട്ട് തെറ്റുകൾ വന്നപ്പോ, എന്നാൽ യൂദയ്ക്ക് തെറ്റുകൾ തിരുത്താൻ മറ്റു മനസ്സ് വന്നില്ല. യൂദയ്ക്ക് അത്രത്തോളം പശ്ചാത്താപമായിരുന്നു. അരുമനാഥനോ പൈസ കൊടുത്തു, പണം വാങ്ങിയിട്ട് ഒറ്റ കൊടുത്ത സമയത്ത് പശ്ചാത്താപത്തിലേക്ക് വന്നപ്പോ അവൻ മരണത്തിലേക്ക് തെരഞ്ഞെടുത്തു. ഞാൻ ഇനി മരണം തന്നെ എന്റെ യോഗ്യത, യേശുവിനെ ഒറ്റ കൊടുത്താൽ എനിക്ക് മരണമാണ് യോഗ്യമെന്ന്. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിലേക്ക് ഒരു അനുദപിക്കുക. എവിടെയും മരണം ഒരു പരിഹാരമല്ല, മരണം ഒരു പരിഹാരമല്ല. തെറ്റുകളെ തിരുത്തുവാൻ പശ്ചാത്തപിക്കാനുള്ള മനസ്സാണ് നമുക്ക് ഇന്ന് വേണ്ടത്. മരണത്തിലേക്ക് യൂദയുടെ മനസ്സ് തിരിഞ്ഞെടുക്കാതെ പത്രോസിന്റെ മനസ്സിലേക്ക് വാ. തെറ്റും കുറ്റം എന്ന് വരും, എവിടെയെങ്കിലും വീഴ്ചകൾ വരും, പരാജയം വരും, ഉറങ്ങിപ്പോകാം, വീഴ്ച വരാം, തളർന്നു പോകാം, തെറ്റും കുറ്റം എവിടെയും വരും. തിരുത്തി വരുവാൻ ഒരു കൃപ വേണം. തിരുത്തി വരുവാൻ ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഒന്ന് കരയുവാൻ, നിങ്ങളെ തെറ്റു പറയൂ, തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ മേൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരു മനസ്സലിയുന്ന ദൈവമുണ്ട്. കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമുണ്ട്. കരമടിച്ച് ദൈവത്തിന് ശക്തിയോട്, കരമടിച്ച് ദൈവത്തിന് ശക്തിയോട് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കരഞ്ഞു, തള്ളി പറഞ്ഞിട്ടും, എന്റെ യേശുവിനെ തള്ളി പറയേണ്ടി വന്നാലും, എന്റെ യേശുവിനെ തള്ളി പറഞ്ഞാലും, നിനക്ക് തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നാലും നീ ദൈവസ്ഥലം വിട്ടു പോകരുത്. ഒരു മാനസാന്തരം നിനക്ക് വേണം. നീ ചെയ്യാൻ പോകുന്ന കാര്യത്തെ അഡ്വാൻസ് ആയിട്ട് വിളിച്ചു പറയുമ്പോഴും ഇത് ചെയ്യും. നിന്നെ കൊണ്ട് ചിലത് ചെയ്താലും, വീണു പോയാലും, ഏത് പാപത്തിൽ വീണു പോയാലും ഒരു മടങ്ങി വരവ്, ഒരു മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്ന മടങ്ങി വരവ. ഒരു മാനസാന്തരത്തെയാണ് കാണിക്കുന്നത്. ഞാൻ ഇനി തെറ്റിലോട്ട് പോകത്തില്ല. കർത്താവേ, 3 വട്ടമാ പത്രോസ് 3 വട്ടം തള്ളി പറഞ്ഞു. 2 വട്ടം കോഴി കൂവിയപ്പോൾ 3 വട്ടം തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട് ചോദിക്കുന്നു, പത്രോസ് 3 വട്ടമല്ലേ തള്ളി പറഞ്ഞത്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, നമ്മളെല്ലാവരും എത്ര 3000 വട്ടം തള്ളി പറഞ്ഞില്ലയോ? ഞാൻ നീയൊക്കെ യേശുവിനെ 3 വട്ടമല്ല, 3000 വട്ടമാ ദൈവത്തെ അറിഞ്ഞ് പിന്മാറ്റത്തിലോട്ട് പോയത്. ഇന്നൊരു മാനസാന്തരത്തിന് മടങ്ങി വരുവാൻ നിന്റെ മനസ്സുകളിൽ നിന്ന് ദൈവസന്നിധിയിൽ കൊടുത്ത് പശ്ചാത്തപിക്കുവാൻ ഈ ലോകം പ്രലോഭനത്തിലേക്ക് വിളിക്കും. അല്പ ചൂട് കൊണ്ട് തന്നിട്ട് പറയും, അല്ലെങ്കിൽ പലപ്പോഴും തണുപ്പാണ്, ഇന്ന് തണുപ്പിനെ മാറ്റം എന്ത് വേണം? ചൂട് വേണം. ആ തണുപ്പുള്ള സമയത്തും ക്രൂശിക്കുന്ന സമയത്തും അല്പം ഒന്ന് ചൂട് കിട്ടി. തീയൊക്കെ അപ്പൊ നമ്മളൊക്കെ യാത്രകൾ എവിടെയെങ്കിലുമൊക്കെ തണുപ്പ് യാത്രകൾ മന്ത്രിയും കുറച്ച് വിറവൊക്കെ കൊണ്ടിട്ട് ഇത്ര തീയൊക്കെ കായും. അപ്പോൾ
ആ തീയുടെ ചൂടിൻ്റെ അനുഭവത്തിലേക്ക്, അവിടെ ഒറ്റി കൊടുക്കുന്ന അനുഭവത്തിലേക്ക്, ഞാൻ ചൂട് കൊള്ളുമെന്ന് പറയുന്നത് ചൂട് കൊള്ളലെന്ന് പറയത്തില്ല, അവിടെ ആ പൗദ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ആത്മീയത്തിൽ തള്ളിപ്പറഞ്ഞ പത്രോസിനെയാണ് കാണുന്നത്. ശരീരത്തിൻ്റെ മേൽ അല്പം ഒന്ന് സുഖം കിട്ടിയപ്പോൾ ആത്മീയൽ എന്ത് പറഞ്ഞു? യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇന്ന് തിരിച്ച് നമ്മൾ ആ തെറ്റുകളെ തിരുത്തി. എവിടെയെങ്കിലും നിങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അനുഗ്രഹത്തിന് തടസ്സമായി എവിടെയെങ്കിലും യേശുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ തെറ്റുകളെ തിരുത്തി വരുവാനാണ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട്, എവിടെയെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ട്, യേശുവിനെ അറിഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാ, അറിയാത്തവരല്ല. അറിഞ്ഞവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ തള്ളി പറയുന്നത്, അറിഞ്ഞവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വീണുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ അറിഞ്ഞവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വീണുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ശത്രു ബലവാനാണ്, മനുഷ്യൻ ജഡീകമാണ്. എവിടെയും ആത്മീയൻ എവിടെയും വീണുകൊണ്ട സമയത്ത് നിനക്ക് ബോധം വന്നു കഴിഞ്ഞാൽ നീ കയറി വരണം. ബോധം വന്നു കഴിഞ്ഞാൽ, ബോധം വരുമ്പോൾ ചിലർ ബോധം വന്നാലും കയറി വരില്ല. ഇവിടെ ബോധം നഷ്ടപ്പെട്ട പത്രോസിന് ബോധമില്ലാതെ, ബോധ്യം വന്നപ്പോഴാ 72-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവന് ബോധം വന്ന സമയത്ത് ഓർത്ത് കരഞ്ഞു. അതുവരെയും ബോധമില്ല, സുബോധമില്ല, ബോധം നഷ്ടപ്പെട്ട് മുടിയനായ പുസ്തകന് അവന് സുബോധം വന്നപ്പോൾ അപ്പൻ്റെ അടുക്കലേക്ക് വന്ന് കരഞ്ഞു. മുടിയനായ പുത്രന്റെ കഥ നോക്കുമ്പോൾ അവന് സുബോധം വന്നു. പലർക്കും സുബോധമില്ലാത്തത് കൊണ്ടാ ആ ഇടറി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സുബോധം വന്നു കഴിഞ്ഞാൽ മാനസാന്തരപ്പെട്ട് നീ മടങ്ങി വരണം. നീ മടങ്ങി വര. സുബോധം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമണ്ഡലത്തിൽ നീ പറ, ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട നിന്റെ കുറവുകളെയും വന്നുപോയ ജീവിതത്തിലെ പരാജയങ്ങളെയും ഏറ്റുപറഞ്ഞ് അനുദപിക്കുമെങ്കിൽ ദൈവം നിന്നോട് മനസ്സലിയും. നീ എത്ര വട്ടം തള്ളി പറഞ്ഞാലും ഒന്ന് അനുദപിച്ച് കരഞ്ഞ് യേശുവിൻ്റെ അടുക്കലേക്ക് നിൽക്കാൻ ശ്രമിക്കേ. ഒന്ന് അടുക്കലേക്ക് നിൽക്കാൻ ശ്രമിക്കേ. ദൈവം നിങ്ങളെ സഹായിക്കും. അകന്ന് എത്ര പാവ ചെയ്തു പോയാലും, എത്ര നീ വീണു പോയാലും, ഒന്ന് കരയുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വരും. ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. കുഞ്ഞെ, വീണ് പോയി എടുത്ത് കിടക്കാതെ, അവിടെ നശിച്ചു പോകാതെ, തകർന്നു പോകാതെ, ഈ ലോകത്തിൽ തകർന്നു പോകാതെ കർത്താവ് നിന്നോട് മനസ്സലിയുന്നുണ്ട്. ദൈവത്തിന്റെ മനസ്സലിവ് നിന്റെ മേലുണ്ട്. നിനക്ക് നിന്റെ കുറ്റങ്ങളൊന്ന് ഏറ്റുപറഞ്ഞ്, ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ഇവിടെ പത്രോസ് അനുദപിച്ചതുപോലെ ഒന്ന് മാനസാന്തരപ്പെട്ട് അനുദപിക്കുക. തെറ്റുകളെ തിരുത്തി കയറി വരുക. ഒരവസരം ദൈവസഭയോടിടുന്നുണ്ട്. ഒരവസരം നിനക്ക് വേണ്ടിതാ നിന്റെ മുമ്പിൽ ദൈവം ഒരു അവസരം വെച്ചിട്ടുണ്ട്. പല കരച്ചില ഇന്ന് മാറ്റിമറിക്കുന്നത്. ഒരു സ്ത്രീ വന്നു, അവൾ വിലയേറെ സുഗന്ധ തൈലം കൊണ്ട് വരുന്ന മുമ്പ് എന്നത് കരഞ്ഞു. അല്ലേ? അവൾ കരഞ്ഞില്ലയോ? നമ്മൾ വായിച്ച ഭാഗത്തിനകത്ത് ഇവിടെ പത്രോസ് കരഞ്ഞു. പരീക്ഷന് വിട്ടിരുന്ന സമയത്തും ബെൻഗൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് നിന്നു. ഇവിടെ പത്രോസും കരഞ്ഞുകൊണ്ടിരുന്നു, ഒരു സ്ത്രീയും കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കണ്ണുനീര്, യേശുവിന് മുമ്പിൽ കരയുവാൻ മനസ്സുണ്ടോ? നിനക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമെന്ന് കരയുവാൻ മനസ്സുണ്ടോ? പത്രോസ് കരഞ്ഞുകൊണ്ടിരുന്നു, ഒരു സ്ത്രീയും കരഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ അവരെ ചരിത്രങ്ങൾ മാറിയിട്ടുണ്ട്. ആരൊക്കെ കരയോളം മനസ്സ് വെച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ മുമ്പിലല്ല അതിൽ കരയേണ്ടത്. ഒരു അധികാരികളുടെ മുമ്പിലല്ല കരയേണ്ടത്. ഒരു ദൈവദാസന്റെ മുമ്പിലല്ല കരയേണ്ടത്. യേശുവിന്റെ മുമ്പിലേക്ക് കരയോളം മനസ്സ് വേണം. ഇവിടെ ഒരു സ്ത്രീ വന്നു, പരിമള തൈലമായിട്ട് വന്നിട്ട് യേശുവിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് കരഞ്ഞും കൊണ്ട് നിന്നു. അല്ലെ? ലൂക്കോസ് സുവിശേഷത്തിൽ വ്യക്തമായി പറഞ്ഞു, അവൾ കരഞ്ഞും കൊണ്ട്, അവൾ 7-ാമത്തെ വാക്യം 37 കരഞ്ഞും കൊണ്ട് നിന്നു. പക്ഷേ പത്രോസ് ഇവിടെ ഈ വാക്യം പറയുന്നുണ്ട്. 14 മാർക്കോസ് സുവിശേഷം 14:72 ഭാഗത്ത് പറയുന്നു, അവൻ കരഞ്ഞു, ഓർത്ത് കരഞ്ഞു. അവൻ കരഞ്ഞു. കരഞ്ഞു വാക്കുകൾ പത്രോസ് ഓർത്തു വിചാരിച്ച് കരഞ്ഞു.
ഇവിടെയും പത്രോസ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവ സഭയോട് പറയാ, നിന്റെ കണ്ണുനീരിന്റെ മേൽ നിന്റെ പാപത്തെ കഴുകുക. നിന്റെ തെറ്റുകളെ തിരുത്തുന്നത് കണ്ണുനീരാണ് കുഞ്ഞെ, കണ്ണുനീരാണ്. നിനക്ക് കരയുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ സ്ഥിതിയെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് പറ്റും. നീ എത്ര തെറ്റ് ചെയ്താലും, എത്ര പാപം ചെയ്താലും, എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞാലും, എത്ര വീണാലും നിന്റെ കണ്ണുനീര് ചില മാറ്റിമറിക്കുന്നുണ്ട്. ഇതാ സ്ത്രീ നിന്നെടുത്ത് സുഗന്ധമേറിയത് കണ്ണുനീരാണ്. പത്രോസിന്റെ ജീവിതത്തിൽ മാറ്റം കുറിച്ചതും പത്രോസിനെ വീണ്ടും യേശു ചേർത്ത് പിടിച്ചതും കണ്ണുനീര് തന്നെയാണ്. ഇത് നമ്മളൊക്കെ ചേർത്ത് പിടിക്കാൻ യോഗ്യനല്ല. എന്നെയും നിന്നെയും ചേർത്ത് പിടിക്കാൻ യോഗ്യനല്ല. ഇന്ന് പലതും പറയും ഞങ്ങൾ യോഗ്യനാണ്. അല്ല, നീയും ഞാൻ യോഗ്യനല്ല. യോഗ്യൻ യേശു മാത്രം. എന്നാൽ തെറ്റുകളെ തിരുത്തി ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നിങ്ങളെ കുറവുകളെ കുറ്റങ്ങളെ ഏറ്റു പറയണം. ഇന്ന് മൂടി വെച്ച് കൊണ്ടുപോയി ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. തെറ്റ് തിരുത്തി തന്നെ സത്യത്തിന്റെ കണ്ണുകളെ തുറന്ന് സത്യത്തെ സത്യമായി കണ്ട് ആ ഒരു വെളിപ്പാടിലേക്ക് കയറി വന്ന, പാപത്തെ ഉപേക്ഷി മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കയറി വന്നു കഴിഞ്ഞാൽ ദൈവം നിന്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഹല്ലേലൂയ. ഈ പത്രോസിന്റെ മേൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത്, ഈ പത്രോസിനെ അദ്ദേഹം ഉയർത്തിയത്, ഈ പത്രോസിനെയാണ് പിന്നെ ശക്തമായി ഉപയോഗിച്ചത്. ഈ പത്രോസിനെ പിന്നെ കൊർന്നല്യോസിന്റെ വീട്ടില് പട്ടാളക്കാരന്റെ വീട്ടിലോട്ട് അയച്ചത്. മറ്റുള്ള ശിഷ്യന്മാർ ആരെയും അയച്ചില്ല. കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് അവസാന കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പ് സമയത്ത് പറഞ്ഞു, നീ പത്രോസിനെ വിളി, പത്രോസിനെ വിളി. തള്ളിപ്പറഞ്ഞവനെ, യേശുവിനെ തള്ളി പറഞ്ഞവനെയാ കർത്താവിന്റെ വെളിപ്പാട് ആർക്ക് കൊടുത്തു? കൊർന്നല്യോസിനോട് പറഞ്ഞു, നീ പത്രോസിനെ വിളി, പത്രോസിനെ വിളി. ഇവിടെ വേറെ ആരെയും വിളിച്ചില്ലയോ? ഇവിടെ തള്ളി പറഞ്ഞവനെയാണ് യേശുവൻ കൊർന്നല്യോസിന് ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, പത്രോസിനെ വിളി. പത്രോസിനെ വിളിച്ചിട്ട് പ്രസംഗം കേള്, പത്രോസിനെ വിളിച്ചിട്ട് പ്രസംഗം കേള്. എന്തുകൊണ്ട്? ഈ 2 വട്ടം കോഴി കൂവിയപ്പോ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ വിളിക്കാൻ യോഗ്യനാണോ? യോഗ്യനല്ല. പക്ഷെ യോഗ്യനാക്കി തീർത്തെന്ന് തരുമോ? അവന്റെ കണ്ണുനീരാണ്, അവന്റെ കണ്ണുനീരാ. ഇന്ന് ഇതിനകത്ത് കരയുന്നോട് പറയാ, നിന്റെ കണ്ണുനീരാണ് നിന്റെ തലമുറകൾ എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. കരഞ്ഞു. ഞാൻ യേശുവിന് മുമ്പിൽ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും വിലയേറിയത് ഞാൻ കയ്യിലെടുത്തു. സുഗന്ധ തൈലം മാത്രമല്ല, എന്റെ കണ്ണിന്റെ ഹൃദയം കൂടെ ഞാൻ യേശുവിനെ എടുത്തു. ആ ഹൃദയമായി ഇന്ന് യേശുവിന്റെ മുമ്പിൽ വെച്ചത് ഹൃദയമാ. എനിക്ക് യേശുവിന് ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല. എന്നാൽ ചില സാഹചര്യങ്ങൾ തള്ളി പറയേണ്ടി വന്നു. എന്നാലും പറയുന്നു, എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അനുദപിച്ചു കരയാൻ തുടങ്ങി. ചില പത്രോസുകൾ അനുദപിക്കാൻ തുടങ്ങി. സഹോദരന്മാരെ, നിങ്ങളെ തെറ്റുകളെ തിരുത്തി കരയാൻ തുടങ്ങി. സഹോദരിമാര്, എന്റെ ഹൃദയമാ ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവച്ചതെന്ന് സുഗന്ധമായി മാറുന്നുണ്ട്. നിങ്ങളെ വിഷയം ഇന്ന് സുഗന്ധമായി മാറ്റത്തക്കവണ്ണം ഒരു പരിമള തൈലം പൊട്ടിച്ചപ്പോ അവിടെ സുഗന്ധമായി മാറിയതുപോലെ നിന്റെ കുടുംബത്തിനകത്ത് സുഗന്ധമായി മാറുന്നുണ്ട്. ഇന്നലെ വരെ ദുഃഖത്തിൻ്റെതാണെങ്കിൽ വരുന്ന നാളെ മുതൽ വരുന്ന മാസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത വരാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം വരാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് ആനന്ദം വരാൻ പോകുകയാണ്. അവന്റെ കാൽക്കൽ കരഞ്ഞും കൊണ്ട് നിന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ അവന്റെ കാൽക്കൽ കരഞ്ഞും കൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽക്കൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ഹല്ലേലൂയ. പരിമള തൈലം സകലത്തിന്റെ ഇന്ന് അവിടെ തൈലമല്ല സുഗന്ധമായി മാറിയത്, നിന്റെ കണ്ണുനീരാണ് സുഗന്ധമായി മാറിയത്. കുഞ്ഞെ, നിന്റെ കണ്ണുനീരാ. നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ കണ്ണുനീരാണ് സുഗന്ധമായി മാറിയത്. പലതിനെയും പിശാച് കണ്ണുവച്ചിരുന്നു. നിന്റെ കുടുംബത്തിന് പലതിനെയും ശത്രു കണ്ണുവച്ചിരുന്നു. നിന്റെ തലമുറയെ ശത്രു കണ്ണുവച്ചിരുന്നു. ഇത് നിലവിളി മാറിപ്പോകുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് നിലവിളികൾ മാറിപ്പോകുന്നുണ്ട്. നീ ദൈവസ്ഥലിൽ കരഞ്ഞത് 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 ഓ റിവനാധീന സുഗന്ധമായി മാറുന്നുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും വിളിച്ചു പറയുന്നു, ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, മീഡിയയിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ,
ഇത് അടഞ്ഞ വഴികളെ ദൈവ സുഗന്ധമായി മാറ്റുന്നുണ്ട്. നിന്റെ കണ്ണുനീര് യേശുവിന്റെ പാദം നനയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലതും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം കണ്ടിക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ഈ വചനങ്ങളാൽ ഇന്ന് കേട്ട വചനം സകലതും എല്ലാവർക്കും വലിയ അനുഗ്രഹമായി. കണ്ണുനീർ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ, തെറ്റുകളെ പാവങ്ങളെ പറ്റി ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ, അവിടെ ജീവിതത്തിൽ വലിയ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചനായ സ്തോത്രം. പത്രോസ് കരഞ്ഞു, പത്രോസിന്റെ മേൽ സഭ പണിഞ്ഞു. കർത്താവിന് പത്രോസിന്റെ മേൽ വലിയ മാറ്റങ്ങൾ വന്നുവല്ലേ? പത്രോസിന് സംഭവിച്ച പോലെ ഒരു സ്ത്രീ കരഞ്ഞു, ആ കുടുംബം അനുഗ്രഹിച്ച പോലെ ദൈവം സകലരുടെ മേൽ വചനം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.